ഞാനിന്ന് പ്രസംഗിക്കാൻ പോകുന്നത് ദൈവസാന്നിധ്യത്തിലെ കൂട്ടായ്മ അത് ഒരു ഗേറ്റ് വേ ആണ് സ്വർഗത്തിലേക്കുള്ള. ഞാൻ പ്രസംഗിക്കാൻ പോകുന്ന പേര് ഫെലോഷിപ്പ് ഈസ് ഇൻ ദ പ്രസൻസ് ഈസ് ദ ഗേറ്റ് വേ ടു ഹെവൻ. സ്വർഗത്തിലേക്കുള്ള വഴിയാണ്, ഗേറ്റ് വേ ആണ് ദൈവസാന്നിധ്യത്തിലെ കൂട്ടായ്മ. ഞാൻ കഴിഞ്ഞ ആഴ്ചകളെല്ലാം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ പറഞ്ഞായിരുന്നു, ഞാൻ 2-3 ആഴ്ച കൂടെ കുറച്ച് ആഴ്ചക്ക് കൂടെ പ്രവചിക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗവും ഞാനൊരു പ്രൊഫറ്റിക് വേർഡാണ് പറയാൻ പോകുന്നത്. ഇന്ന് പറയാൻ പോകുന്ന ഓരോ മെസ്സേജും ഓരോ ചിന്തയും പ്രവചന ശബ്ദമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട ദൈവശബ്ദത്തെ നിങ്ങൾ റിസീവ് ചെയ്യണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞായിട്ട്. അതുകൊണ്ട് നിങ്ങൾ എത്ര പേര് ഒരു പ്രവചനം കേൾക്കാൻ തയ്യാറായിട്ടായിരിക്കുന്നേ? കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞായിട്ട്. എന്നാൽ അതേപോലെ എൻ്റെ ഉള്ളിൽ ഇന്ന് ഈ മെസ്സേജ് പ്രിപ്പയർഡ് ആകുമ്പോൾ ചിലത് നിങ്ങൾക്ക് പറഞ്ഞു തരണം. എനിക്ക് പഠിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആ ചിന്ത എന്നെ ഭയങ്കരമായിട്ട് ഭരിച്ചു. അതുകൊണ്ട് അല്പനേരം ആദ്യത്തെ ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് ചിലത് പറഞ്ഞു തരാൻ ശ്രമിക്കും. അതിനുശേഷം ഞാൻ തുടർന്ന് നിങ്ങളോട് പ്രസംഗിക്കുകയല്ല ചെയ്യാൻ പോകുന്നത്, പ്രവചിക്കുക ചെയ്യാൻ പോകുന്നത്. എന്നാൽ അതിന് വേണ്ട ദൈവവചനങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലാകേണ്ട വചനങ്ങൾ നിങ്ങളോട് ഇടപെടുകയും ചെയ്യും. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നിങ്ങൾ ഈ വർഷത്തെ മെസ്സേജിൻ്റെ പേര് പറയാവോ? ദിസ് ഇയർ ഓഫ് പ്രസൻസ് ആൻഡ് പീസ് എന്ന് പറഞ്ഞേ. ദ ഇയർ ഓഫ് പ്രസൻസ്, ദൈവ സാന്നിധ്യത്തിൻ്റെ വർഷമാണ്. കൈകളടിച്ചുകൊണ്ട് അതിനൊന്ന് പറഞ്ഞേ, ദൈവ സാന്നിധ്യത്തിൻ്റെ. ഞാൻ ചിലരെ നോക്കി ദൂത് പറയട്ടെ, നിങ്ങൾ സാന്നിധ്യത്തോടൊപ്പം നടക്കുന്ന ദിവസങ്ങൾ ചലിക്കുന്നു. ഈ വരുന്ന ദിനങ്ങളിൽ നിങ്ങളും ദൈവ സാന്നിധ്യവും തമ്മിലുള്ള ആഴം വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങളുമായിട്ടുള്ള ദൈവിക ആഴങ്ങൾ വർദ്ധിക്കാനായി പോകുന്നു. റാസിനി, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ദൈവമായിട്ട് എത്രത്തോളം ആഴമേറിയ ബന്ധം ഉണ്ടായിരുന്നു, ആ ആഴമേറിയ ബന്ധത്തിന് കുറെ കൂടെ ഡീപ്നെസ് വർദ്ധിക്കാൻ പോകുന്നു. നിങ്ങളിൽ പലരും ദൈവ സാന്നിധ്യവുമായി നടക്കാൻ പോകുന്നു. ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. ആ ജനറേഷന്റെ പ്രത്യേകത പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്ന, ദൈവ സാന്നിധ്യവുമായി നടക്കുന്ന ഒരു ജനറേഷൻ എഴുന്നേൽക്കുന്നു. സഹോദരങ്ങളെ, ദൈവ സാന്നിധ്യവുമായി നടക്കുന്ന ഒരു ജനറേഷൻ ജീസസ് വേൾഡിൽ എഴുന്നേൽക്കുന്നു. അല്ല, ജീസസ് വേൾഡ് ആ ജനറേഷനായി എഴുന്നേറ്റ് നടക്കാൻ പോകുന്നു. A season is coming. ഒരു സീസൺ ആരംഭിക്കുകയാണ്. ഒരു സീസൺ ആരംഭിക്കുകയാണ്. ഒരു സീസൺ ആരംഭിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, ആരാണോ സാന്നിധ്യമായി നടക്കുന്നത് അവരുടെ ബന്ധം ആഴമേറിയ വിധത്തിൽ വർദ്ധിക്കും. കഴിഞ്ഞില്ല, അവർ അത്ഭുതങ്ങളുടെ കൊട്ടയുമായി സഞ്ചരിക്കും. അവർ അത്ഭുതങ്ങളെ വിളമ്പുന്നവരാകും. ഞാൻ ഇങ്ങനെയാ അന്ന് പ്രസംഗിക്കുമ്പോ, ഈ വർഷം പ്രസംഗിക്കുമ്പോ കർത്താവിനെ കാണിച്ചത്, ഒരു ബാസ്ക്കറ്റിൽ അത്ഭുതങ്ങൾ, അത് വിളമ്പുന്നവരായ ആളുകൾ നടക്കും. നിങ്ങളിൽ പലരും അത്ഭുതങ്ങളെ വിളമ്പുന്നവരാകും. അത്ഭുതങ്ങളെ കൊണ്ടു നടക്കുന്നവരാകും. സാന്നിധ്യം നിങ്ങളെ ആ വിധത്തിലേക്ക് മാറ്റുവാനായി പോകുന്നു. സാന്നിധ്യം ആ വിധത്തിലേക്ക് നിങ്ങളെ ഉയർത്തുവാനായി പോകുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഈ വർഷം നിങ്ങൾ ചിലരെ ദൈവവുമായി ഫേസ് ടു ഫേസ് മുട്ടുവാൻ പോകുന്നു. നിങ്ങളിൽ ചിലർ ആത്മീയ രഹസ്യങ്ങളെ ഗ്രഹിക്കാൻ പോകുന്നു. രഹസ്യങ്ങളെ പങ്കുവെക്കുന്നവർ ഈ കൂട്ടത്തിൽ നിന്ന് എഴുന്നേക്കാൻ പോകുന്നു. This is a season, ഒരു പുതിയ കാലഘട്ടം. ദൈവിക രഹസ്യങ്ങളെ ധാരാളമായി റിവീൽ ആകുന്ന കാലഘട്ടം. കർത്താവിന്റെ രഹസ്യങ്ങളെ കൊണ്ടു നടക്കുന്ന കാലഘട്ടം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇരിക്കാം. നമുക്ക് ഒരു വാക്യത്തിലേക്ക് വരാം. 1 യോഹന്നാന്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എടുക്കാം നമുക്ക്. 1 യോഹന്നാൻ 1 വാക്യം. ഞാൻ ഈ വാക്യം വായിക്കാൻ ഒരു കാരണമുണ്ട്. യോഹന്നാൻ ഒരു പ്രസ്താവന പറയുകയാണ്.
നമുക്ക് വായിക്കാം. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് എന്ന് പറഞ്ഞ യോഹന്നാൻ ഒരു എക്സ്പീരിയൻസ് പറയുകയാണ്. കണ്ണുകൊണ്ട് കണ്ടത്, ചെവി കൊണ്ട് കേട്ടത്, ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതുമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അടുത്ത നോക്കാം. ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനത്തെ സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി. വായിക്കണേട. ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ആയിരുന്നു. ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ, പിതാവിന്റെ കൂടെ ആയിരുന്ന നിത്യജീവൻ, വേറൊരു ഭാഷ പറഞ്ഞ് യേശുവിനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അടുത്ത വാക്ക. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. റീസൺ ഈ പറയുന്നതിന്റെ കാരണം പൗലോസ് പറയുക. ഞാൻ ഈ പറയുന്നതിന്റെ ഒരു കാരണമുണ്ട്. ഞാൻ കണ്ടതും കേട്ടതും നിങ്ങളോട് പറയുന്നതിന് ഒരു കാരണമുണ്ട്. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, കണ്ടതും കേട്ടതും നിങ്ങളോട് പറയുന്നൊരു കാരണമുണ്ട്. ചില ആളുകൾ പറയാറുണ്ട്, ആ ജോൺ ദാരു ബ്രദർ ദർശനത്തിൽ കണ്ടതും വെളിപ്പാടിൽ കണ്ടതും അനുഭവിച്ചതും ഒക്കെയാ സ്റ്റേജിൽ പറയുന്നേ. ഞാൻ കണ്ടതും കേട്ടതുമാ പറയണ്ടേ. യോഹന്നാൻ കണ്ടതും കേട്ടതും തൊട്ടതുമാ പറഞ്ഞത്. ഞാൻ അവിടേക്ക് പോകുന്നില്ല ഇപ്പോൾ. യോഹന്നാൻ പറയും, ഞങ്ങൾ കണ്ടത്, കേട്ടത്, തൊട്ടത് ആയ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഞങ്ങൾ ഈ പറയുമ്പോൾ നിനക്കൊരു കാര്യം ഉണ്ടാകും. ആ ഞങ്ങൾ പറയുന്നത്, അതിന് പറയുന്നൊരു ഉദ്ദേശം ഞങ്ങൾക്കും പിതാവും തമ്മിലുള്ള കൂട്ടായ്മ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാ. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും പറയുന്നത്, ഞങ്ങൾക്ക് ആ കണ്ടതും തൊട്ടതും കേട്ടതും പറയുന്നതിൻ്റെ ഉദ്ദേശം ആ കണ്ടും തൊട്ടും എടുത്ത ആ ഞങ്ങൾക്ക് തമ്മിലുള്ള, ദൈവവും ഞങ്ങൾക്ക് തമ്മിലുള്ള കൂട്ടായ്മ നിങ്ങളോട് പറയാനാ. അതെന്തിനാ ഞങ്ങളോട് പറയുന്നേ? യോഹന്നാൻ പറയുക, അങ്ങനെ പറയുന്നതിൻ്റെ ഉദ്ദേശമോ ഞങ്ങൾക്കുണ്ടായ അതേ കൂട്ടായ്മ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിനാ ഞാനിത് പറയാൻ തുടങ്ങുന്നത്. എന്നാ ഞങ്ങൾക്ക് എന്താണോ ദൈവമായിട്ടുള്ള കൂട്ടായ്മയുള്ളത് അതിലൊട്ടും കുറയാതെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിനാണ് ഞങ്ങളിത് പറയുന്നത്. ഈ പുസ്തകത്തിൽ ഓരോ വാക്കുകൾക്കും പ്രാധാന്യമുണ്ട്. യോഹന്നാൻ നമ്മളോട് പറഞ്ഞത് ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായത് ഞങ്ങൾക്ക് കൂട്ടായ്മ കൊണ്ടുവന്നുവെങ്കിൽ അതേ കൂട്ടായ്മ നിങ്ങൾക്കും ഉണ്ടാകേണ്ടതിനാണ് ഞാൻ ഈ പറയുന്നത്. ഞാനിന്ന് ചിലവരുടെ ദൂത് പറയട്ടെ. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കൂട്ടായ്മയുടെ ആഴം വർദ്ധിക്കാൻ പോകുന്നു. അപ്പൊ പൗലോസ് അല്ലെങ്കിൽ ലേഖനങ്ങളുടെ ഉദ്ദേശം, സുവിശേഷത്തിന്റെ ഉദ്ദേശം ധാരാളം ഉണ്ടെങ്കിലും അതിലൊരു ഉദ്ദേശം അവർ യേശുവിനെ പ്രസന്റ് ചെയ്തതും യേശുവിനെ തൊട്ടതും യേശുവിനെ കേട്ടതും നമ്മളോട് പറയുന്നൊരു ഉദ്ദേശം അവർക്കുണ്ടായ അതേ അനുഭവം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങൾ അതിന് ആമേൻ പറഞ്ഞില്ല. ഒന്നും കൂടെ ഞാൻ പറയാം. സുവിശേഷത്തിലൂടെയും ലേഖനങ്ങളിലൂടെയും യോഹന്നാനും ശിഷ്യന്മാരും നമ്മളോട് യേശുവിനെ തൊട്ടതും യേശുവിനെ കേട്ടതും നമ്മളോട് പറയുന്നത് അവർക്ക് എങ്ങനെയാണോ യേശുവുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നത് അത് തന്നെ എനിക്ക് ഉണ്ടാകേണ്ടതിനാവാൻ നിങ്ങളോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ശിഷ്യന്മാർക്ക് എന്തോ ഉണ്ടായിരുന്നോ അതിലൊട്ടും കുറയാതെ എനിക്കും നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെന്നോ. അപ്പോഴാ ജോൺ ദാരു ബ്രദർ വലുതും അതിനേക്കാൾ വലുത് വേറൊരാളല്ല. ദൈവം പറയുക, ദൈവദിനം പറയുക, ഇത് ദൈവത്താൽ എഴുതപ്പെട്ടത്, ആത്മാവ് പ്രചോദനത്താൽ എഴുതിയത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുകയാണ്. എങ്ങനെയാണോ ശിഷ്യന്മാർക്ക് ദൈവമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നത് അതേപോലെ ഒട്ടും കുറയാതെ. അന്ത്യകാലത്തെ ഉണർവിന്റെ പ്രത്യേകത ഞാൻ പറയാം. എന്തായിരുന്നു അപ്പോസ്തലന്മാർക്ക് ദൈവമായിട്ടുള്ള റിലേഷൻ? അതിൽ നിന്ന് കുറയുകയല്ല, അതിന്റെ ആഴമേറിയത് വരാൻ പോകുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് നടന്നതിന്റെ 1000 ഇരട്ടി സംഭവിക്കാൻ പോകുന്നു. നിങ്ങളും ഞാനും അതിന് സാക്ഷികളാകാൻ പോകുന്നു. This is my season. This is our time. ഭയങ്കരമാണ്.
ഞാൻ ആ വാചകം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരുന്നില്ല. ശിഷ്യന്മാർ യേശു തൊട്ടതും യേശുവിനെ കണ്ടതും യേശു പറഞ്ഞതും എന്നോട് പറയുവാൻ എഴുതി വെച്ചിരിക്കുന്നതിന്റെ കാരണം അവർക്കുണ്ടായ ഒരു റിലേഷൻ ഉണ്ട്. അവർ യേശുവിനോടൊപ്പം ഉണ്ടായിരിക്കും, നടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവർക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. അതേ അനുഭവത്തിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റാനാണ് എന്നോടത് പങ്കുവെക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ആ സ്ഥലത്തേക്ക് ഈ ദിനങ്ങളിൽ വരുമെന്ന് സ്വർഗത്തിന് അറിയാമെന്ന്. അടുത്തിരിക്കുന്ന രണ്ടുപേർക്കും കൈ കൊടുത്തിട്ട് പറ, യേശുവിന്റെ ശിഷ്യന്മാർക്ക് എങ്ങനെ യേശുവുമായി ബന്ധം ഉണ്ടായിരുന്നു, അതിലൊട്ടും കുറയാതെ നിങ്ങൾക്ക് ദൈവവുമായി ബന്ധം ഉണ്ടാകണമെന്ന് സ്വർഗം ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന്. അപ്പോസ്തല പ്രവൃത്തി തുടങ്ങുന്നത് യേശുവിന്റെ ശിഷ്യന്മാർക്ക് യേശു 40 രാത്രിയും പകലും വെളിപ്പെട്ടു. എന്തിനു വേണ്ടിയാ? താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടി. ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, 3.5 കൊല്ലം കൂടെ നടന്നയാള് ജീവിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുവാൻ അവരുടെ കൂടെ 40 ദിവസം നടന്നുവെങ്കിൽ ഞങ്ങളുടെ കൂടെ എല്ലാ ദിവസവും നടന്നേ ഒക്കത്തുള്ളൂ. അവർക്ക് നീ ദർശനമായെങ്കിൽ ഞങ്ങൾക്ക് ആ കണ്ണിൽ കാണുന്ന വിധത്തിൽ വെളിപ്പെട്ടേ ഒക്കത്തുള്ളൂ. ആ കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഒപ്പത്തിനെ വിശ്വസിക്കണേ. അപ്പൊ യേശുവിന്റെ ശിഷ്യന്മാർ ഇത് എഴുതിയതിന്റെ ഉദ്ദേശം അവർക്കുണ്ടായ കൂട്ടായ്മയിലേക്ക് ആര് കയറണം? നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. 2 കൊരിന്ത്യരിലേക്ക് വരാം. അതിന്റെ 13-ാം അധ്യായം എടുക്കാം. 14-ാമത്തെ വാക്യം വായിക്കാം. 2 കൊരിന്ത്യൻ 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ എഴുതിയിരിക്കുക, കർത്താവായ യേശുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. നമ്മൾ ആ വാക്യം വായിക്കാറുള്ളതാണ്, ആശീർവാദത്തിന് ഉപയോഗിക്കാറുള്ളതാണ്. പക്ഷെ ഞാൻ ആ വാചകത്തിന്റെ സ്ട്രക്ചർ ഒന്ന് മാറ്റുകയാണ്. അതിന്റെ കാരണം, നമുക്ക് കർത്താവായ യേശുവിന്റെ കൃപയാണ് ആദ്യം മുമ്പിൽ കാണുന്നത്. പക്ഷേ ആദ്യം വന്നത് കർത്താവ് യേശുവിന്റെ കൃപയല്ല, ദൈവത്തിന്റെ സ്നേഹം ആദ്യം വന്നേ. ദൈവം നമ്മളെ സ്നേഹിച്ചതിന്റെ ഫലം ക്രിസ്തു യേശുവിലൂടെ കൃപയായി വെളിപ്പെട്ടു. കൂടെ വന്നോണ്ടാ ഞാൻ പറയുന്നത്. ദൈവം നമ്മളെ സ്നേഹിച്ചതിന്റെ ഫലം, റിസൾട്ട്, ക്രിസ്തു യേശുവിലൂടെ നമ്മളിലേക്ക് കൃപയായി വെളിപ്പെട്ടു. സംശയം ഉണ്ടെങ്കിൽ ഈ വാക്യങ്ങൾ വായിച്ച് പഠിപ്പിക്കേണ്ടി വരും. വെള്ളത്തിലായി ഇപ്പോൾ പ്രസംഗിക്കാനൊക്കത്തില്ല. നമുക്കറിയാം, ദൈവം ലോകത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് തന്റെ ഏകജാതനെ പുത്രനെ നമുക്ക് തന്നു. അപ്പൊ ആദ്യം വന്നത് എന്തുവാ? ദൈവത്തിന്റെ സ്നേഹം വന്നേ. ആ സ്നേഹം വന്നതുകൊണ്ട് എന്ത് ചെയ്തു? ആ സ്നേഹത്തിന്റെ പ്രൊഡക്ഷൻ ആയിരുന്നു, ആ സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻ ആയിരുന്നു, സ്നേഹത്തിന്റെ റിസൾട്ട് ആയിരുന്നു യേശു കർത്താവ്. ആണെന്നോ? അപ്പൊ ദൈവത്തിന്റെ സ്നേഹം എന്നിലേക്ക് വെളിപ്പെട്ടത് ക്രിസ്തു യേശുവിന്റെ കൃപയായിട്ട്, ക്രിസ്തു യേശുവിലൂടെ എനിക്ക് ലഭിക്കപ്പെടുന്ന കൃപയായിട്ട്. ഇനി അടുത്ത് പറയുന്നത് വളരെ ഗൗരവത്തോടെ കേട്ടോണം. ആ കൃപ എന്നിലേക്ക് വന്നത് ദൈവത്തിന്റെ വലിയ ഉദ്ദേശം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹെഡിൽ 3-മതായിരിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് ഞാൻ കയറേണ്ടതിന് വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ, പിതാവാം ദൈവം എന്നെ സ്നേഹിച്ചത്, പുത്രനിലൂടെ അവന്റെ കൃപയെ പകർന്നത് ദൈവമായിട്ടുള്ള കൂട്ടായ്മ സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ഞാനിങ്ങനെ ചിന്തിച്ചിട്ടില്ലേ പുസ്തകത്തിലെ ഈ വാക്യം? ദൈവമായ കർത്താവ് എന്നെ സ്നേഹിച്ചത്, പുത്രനിലൂടെ എൻ്റെ മേൽ കൃപ പകർന്നത് എന്തിനു വേണ്ടിയാ? ദൈവമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. അപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്നെ ആത്യന്തിക ഉദ്ദേശം കൂട്ടായ്മയിലേക്ക് എന്നെ നടത്തുക എന്നതായിരുന്നു. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. ഞാൻ രണ്ട് വാക്യം കൂടെ വായിച്ചിട്ട് പഠിപ്പിച്ചിൽ നിർത്തും. ഇനി ഞാൻ പ്രവചിക്കാൻ പോകും കേട്ടോ. എൻ്റെ കൂടെ ഉണ്ടവരെ ഹല്ലേലൂയ പറയാം. അപ്പൊ ദൈവം എന്നെ സ്നേഹിച്ചത് പിതാവ് എന്നെ സ്നേഹിച്ചത് പുത്രനിലൂടെ അവന്റെ കൃപയായി വെളിപ്പെട്ടു. ആ കൃപയായി വെളിപ്പെട്ടതിന്റെ ഉദ്ദേശം ഞാൻ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിൽ എത്തണമെന്ന്. അപ്പൊ ആത്യന്തിക ലക്ഷ്യം ദൈവത്തിന്റെ എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഞാനും ദൈവം നമ്മളുടെ കൂട്ടായ്മയായിരുന്നു. കൈയടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് താഴോട്ട് വന്ന് എന്നോട് കൂട്ടായ്മ ആചരിക്കാൻ വയ്യാത്തത് കൊണ്ട് ദൈവം തന്റെ ആത്മാവിനെ അയച്ചിട്ട് പറഞ്ഞു, എല്ലാവർക്കും എന്നെയുമായി കൂട്ടായ്മ ആചരിക്കാം.
യേശു പറഞ്ഞു, എന്റെ ആത്മാവുമായിട്ടാണ് നിങ്ങൾ കൂട്ടായ്മയാതിരിക്കുന്നേ. ഭയങ്കരവാ 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 ഭയങ്കരവാ. എനിക്കിപ്പോ തന്നെ എൻ്റെ ശരീരത്തിൽ തീ കത്തുന്ന അറിയാവേ. എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യത്തിൽ എത്തിയിട്ടില്ല. ദൈവത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഞാനും ദൈവം കൂട്ടായ്മയാതിരിക്കുക എന്നതാണ്. അതിനായിരുന്നു സ്വർഗം എന്നെ സ്നേഹിച്ചത്. ആ സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻ ആയിരുന്നു ക്രിസ്തുയേശുവിലൂടെ മരണവും അവന്റെ പുനരുദ്ധാനവും അതിലൂടെ എനിക്ക് ലഭിക്കപ്പെട്ട ദൈവകൃപയും. ആ കൃപയാണ് വാസ്തവത്തിൽ. അതിനിടയിൽ ഒരു പ്രോസസ്സ് നടന്നു. രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടു, വിശുദ്ധനായി, പുതിയ സൃഷ്ടിയായി. ആ സൃഷ്ടിക്ക് മാത്രമേ കൂട്ടായ്മയാതിരിക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് അവിടേക്ക് എത്തിയത്. അത്രയും പ്രോസസ്സ് ഇന്ന് പ്രസംഗിക്കാൻ ഒക്കത്തില്ല. എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ, എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ദൈവം എന്നെ സ്നേഹിച്ചത് ക്രിസ്തു യേശുവിലൂടെ കൃപയായി വെളിപ്പെട്ടത് അവന്റെ കൂട്ടായ്മയിലേക്ക് എന്നെ എത്തിക്കാനായിരുന്നു. What a loving God. അപ്പൊ സത്യത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എൻ്റെ പാപം മോചിക്കണം, നിത്യതയെ കൊണ്ടുപോകണം. അതൊന്നും അല്ല ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അതൊക്കെ ഉദ്ദേശങ്ങളിൽ ഒരു ഭാഗമാണ്. ലക്ഷ്യം എന്തായിരുന്നു? കൂട്ടായ്മയ്ക്ക് എത്തിക്കേണ്ടതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളാ ആദ്യം നടന്നത്. രക്ഷ, വിടുതൽ, പാപമോചനം, അതൊക്കെ നടന്നത് എന്തിനു വേണ്ടിയാ? ലക്ഷ്യം എന്തായിരുന്നു? ദൈവിക കൂട്ടായ്മ. പക്ഷെ നമ്മളിപ്പോഴും ഏതാ വലുതായി കാണുന്നേ? രക്ഷ, നിത്യത, രോഗശാന്തി, അത്ഭുതം, വിടുതൽ, അതല്ലേ നമുക്ക് വലുത്. പക്ഷെ സ്വർഗത്തിന് വലുത് എന്തായിരുന്നു? തൻ്റെ പുത്രനിലൂടെ തൻ്റെ കൃപയെ, തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം ഞാനും നീയും ഒന്നാകുന്ന കൂട്ടായ്മയിലേക്ക് സ്വർഗത്തെ, എന്നെ യാഥാർത്ഥ്യമാക്കാനായിരുന്നു ദൈവം ഇത് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാകാനായി കുറച്ചും കൂടെ പിടികിട്ടാൻ ഒരു വാക്യം വായിക്കാം. യോഹന്നാന്റെ ലേഖനം സുവിശേഷം 16:7 എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ എന്ന് വായിക്കാം. ബട്ട് ഐ ടെൽ യു ദ ട്രൂത്ത്, ഇഫ് it is to you your advantage that I go away, for if I do not go away, the helper, the comforter, the advocate, the intercessor, the counselor, the strengthener, the standby will not come to you, but if I go, I will send him, the Holy Spirit, to you. And അടുത്ത ചില വാക്കുകൾ ആംപ്ലിഫൈഡ് വേർഷൻ എഴുതിയിരിക്കുക, to be in a closer fellowship with God. യേശു പറയുവാ, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാ. ഞാൻ പോയാലേ അടുത്ത ആള് വരത്തുള്ളൂ. വന്നാലേ ദൈവവുമായി നിങ്ങൾക്ക് കൂട്ടായ്മയാതിരിക്കാൻ പറ്റത്തുള്ളൂ. എന്നെ അവന്റെ കൂട്ടായ്മയിലേക്ക് എത്തിക്കേണ്ടതിന് വേണ്ടിയാണ് കാൽവറി ഇത്രത്തോളം അവൻ സഹിച്ചത്. ഉദ്ദേശം ഞാനും ദൈവം തമ്മിൽ കൂട്ടായ്മയാതിരിക്കണം. ജോയിനുമുള്ള വന്നേ, കൂട്ടായ്മയാതിരിക്കണം. ഇത് അടുത്ത ആഴ്ചയിലായിരിക്കും ഞാൻ മിക്കവാറും ഇത് പഠിപ്പിക്കുന്നേ. അത് നിങ്ങളപ്പോൾ കേൾക്കാനേ പറ്റത്തുള്ളൂ. എങ്കിലൊരു ഇൻട്രഡക്ഷൻ ഇടാൻ ഞാൻ. കൂട്ടായ്മയിൽ ഒരു കാര്യം, ഫെലോഷിപ്പിൽ ഒരു കാര്യം, വർത്തമാനം പറച്ചിലുണ്ട്. ദൈവമായിട്ടുള്ള വർത്തമാനം പറച്ചിലേക്ക് എന്നെ എത്തിക്കാനാണ് സ്വർഗം തൻ്റെ പുത്രനെ കൊന്നുകളഞ്ഞതെന്ന്. ഹല്ലേലൂയ. സ്വർഗം തൻ്റെ പുത്രനെ കൊന്നുകളഞ്ഞത് എന്നെയായിട്ട് ദൈവത്തിന് സംസാരിക്കണമെന്ന്. സംസാരിക്കാൻ ഇടയിൽ എന്റെ പാപം നിന്നുകൊണ്ട് സ്വർഗം പറഞ്ഞു, എന്റെ മോനെ കൊന്നുകളയാൻ പോവാ, എന്നാലും എനിക്ക് ഇവരോട് സംസാരിക്കണമെന്ന്. പിടികിട്ടിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനിത് പറയുമ്പോ കരയുക ചെയ്യുന്നേ. അതിന്റെ അർത്ഥം സ്വർഗത്തിന് എന്നുമായിട്ടുള്ള കോൺവെർസേഷൻ എത്രത്തോളം വലുതാണെന്ന് അറിയണമെങ്കിൽ യേശുവിന്റെ മരണത്തോളം വലുതാണ്. എന്നാൽ സഭ യേശുവിന്റെ മരണം വരെ എത്തിയുള്ളൂ. സഭ എത്തേണ്ടത് യേശുവിന്റെ മരണം വരെയല്ല. യേശു മരിച്ചത് എന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് മനസ്സിലായി? കൂട്ടായ്മ എന്ന് പറയുന്നത് കോൺവെർസേഷൻ ആണ്.
എനിക്ക് ഇവളുമായി പ്രേമമാണെന്ന് വിചാരിക്കേ. എൻ്റെ കൂട്ടായ്മയ്ക്ക് വാക്കുകൾ വേണ്ട, എൻ്റെ കൂട്ടായ്മയ്ക്ക് കണ്ണുകൾ മതി. ആണോ അല്ലയോ? നിങ്ങളുടെ കണ്ണുകൾക്ക് സംസാരിക്കാൻ പറ്റും. ആണെന്നോ അല്ലെന്നോ, പ്രായമുള്ളവർ പ്രേമിച്ചിട്ടില്ലാത്തവരെ ക്ഷമിക്കുക കുറച്ചു നേരത്തേക്ക്. നിങ്ങളുടെ ഭാര്യയെങ്കിലും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ കണ്ണുകളോട് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അത് ഹൃദയം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവൾക്ക് മനസ്സിലാകും. എൻ്റെ ഭാര്യയോട് ഞാൻ നോക്കുമ്പോൾ അവൾക്ക് പിടികിട്ടും, ഞാൻ വാ തുറക്കണ്ട. ദാറ്റ്സ് ആൾസോ കമ്മ്യൂണിക്കേഷൻ. എൻ്റെ വാക്കുകളും എൻ്റെ സാമീപ്യം ചിലത് അവളോട് സംസാരിക്കും. ഇത് ഞാൻ അടുത്ത ആഴ്ച തൊടാവേ. എൻ്റെ കൂടെ ഉണ്ട് ഒരു ഹല്ലേലൂയ പറ. സോ ദ അൾട്ടിമേറ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, സ്വർഗം എന്നെ സ്നേഹിച്ചു, പിതാവ് എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം ക്രിസ്തുയേശുവിലെ കൃപയായി വെളിപ്പെട്ടു. ആ കൃപ എന്നെ നടത്തേണ്ടത് അവന്റെ കൂട്ടായ്മയിലേക്കാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Without the fellowship of God, God can't influence you. ദൈവം നമ്മൾ കൂട്ടായ്മയെ ആചരിക്കാത്തിടത്തോളം കാലം ദൈവത്തിന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തില്ല. The first point I want to share to you. അപ്പൊ ദൈവം നിങ്ങളെ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നതിന്റെ കാരണം, ദൈവത്തിന് നിങ്ങളിൽ God want to ഇൻഫ്ലുവൻസ് യു. അവനാൽ നിങ്ങൾ ഇൻഫ്ലുവൻസ്ഡ് ആകണമെന്ന്, സ്വാധീനിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മൾ ചില ആളുകളോട് പറയലേ, ആ മനുഷ്യനോട് 5 മിനിറ്റ് വർത്തമാനം പറഞ്ഞേ ഉള്ളൂ, അയാൾ അങ്ങ് സ്വാധീനിച്ചു കേട്ടോ എന്ന്. നിങ്ങളാരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? 5 മിനിറ്റ് ആ സിനിമ കണ്ടേ ഉള്ളൂ, അതങ്ങ് പിടിച്ചു കുലുക്കി കേട്ടോ എന്ന്. ആർക്കും ഒന്നും അങ്ങനെ അനുഭവങ്ങളില്ലേ? ഉണ്ടെന്ന് പറയുന്നത് കരയുയർത്തി കാണിച്ചേ. അതിന്റെ പേരാണ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. 5 മിനിറ്റ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ നിങ്ങളിൽ കൊണ്ടുവരുന്ന ഇൻഫ്ലുവൻസ് എത്രയാണെന്ന് ഈ ലോകം ഇന്ന് വരെയും കണക്കുകൂട്ടിയിട്ടില്ല, ഇനിയും കണക്കുകൂട്ടാൻ കഴിയുകയില്ല. ഇത് ആത്മീയമായി വളർന്നവർക്ക് ഒറ്റ സെക്കൻഡ് കൊണ്ട് പിടികിട്ടി കാണും, അല്ലാത്തവർക്ക് എങ്ങനെ മനസ്സിലായിക്കൊണ്ട് എനിക്കറിയത്തില്ല. ലിസൺ ടു മീ. 5 മിനിറ്റ് ദൈവമായിട്ടുള്ള കൂട്ടായ്മ നിങ്ങളിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെങ്കിൽ ആ ഇൻഫ്ലുവൻസിന്റെ ഉദ്ദേശം, റീസൺ, കാരണം നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല, നിങ്ങളിലൂടെ പട്ടണങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രാജ്യങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. വ്യക്തികളെ സ്വാധീനിക്കണം, രാജ്യങ്ങളെ സ്വാധീനിക്കണം, പട്ടണങ്ങളെ സ്വാധീനിക്കണം, ദേശങ്ങളെ സ്വാധീനിക്കണം. ഞാൻ ചിലരെ നോക്കിയൊരു ദൂത് പറയുക. ഇതിനകത്ത് പട്ടണങ്ങളെ സ്വാധീനിക്കുന്നവർ എഴുന്നേൽക്കുന്നു, രാജ്യങ്ങളെ സ്വാധീനിക്കുന്നവർ എഴുന്നേൽക്കുന്നു. യൂട്യൂബിൽ എന്നെ കാണുന്നവർ പട്ടണങ്ങളെ സ്വാധീനിക്കുന്നവർ, രാജ്യങ്ങളെ സ്വാധീനിക്കുന്നവർ, കുടുംബങ്ങളെ സ്വാധീനിക്കുന്നവർ, തെരുവുകളെ സ്വാധീനിക്കുന്നവർ. ആരാണോ ദൈവമായിട്ടുള്ള കൂട്ടായ്മയെ ആചരിക്കുന്നത്, ദൈവമായ കൂട്ടായ്മയിൽ തുടരുന്നത്, അവരോട് ഈ വർഷം എനിക്ക് പറയാനുള്ള ദൂത്, you are going to be an influencer. You are going to be an influencer. You are going to influence the world. You are going to influence the people. ദൂതുകൾ ഒന്നുകൂടെ കേട്ടോ. 5 മിനിറ്റ് നിങ്ങൾ സംസാരിച്ചു കഴിയുമ്പോൾ ആളുകൾ മുഴുവൻ തിരിയുന്ന വിധത്തിൽ, നിങ്ങളുടെ വായ് തുറക്കുമ്പോ, നിങ്ങളുടെ ശബ്ദം പുറത്തു വരുമ്പോ ആളുകൾ തിരിയുന്ന വിധത്തിൽ
ചിലര് പറയാറുണ്ട് വീട്ടിൽ വഴക്കാണ്. ഹല്ലേലൂയ. സ്റ്റാർട്ട് എ ഫെലോഷിപ്പ്. നിങ്ങൾ ഒരു കൂട്ടായ്മയെ ആരംഭിക്കേ. ദൈവവുമായിട്ട് കൂട്ടായ്മയായിരിക്കും 4 പേരെ വിളിച്ചു കൂട്ടാനല്ല കേട്ടോ. ആ കൂട്ടായ്മയെ ആരംഭിക്കേ. ആ കൂട്ടായ്മയുടെ പ്രത്യേകത പറയാം, നിങ്ങളും ദൈവവും തമ്മിലാണ്. ആണ് എങ്കിൽ ചലഞ്ചിങ് വേർഡ്, നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ശാന്തത ഒഴുകും. മോശ ഫറവോന്റെ കൊട്ടാരത്തിലാണ് നിൽക്കുന്നത്. ആരവിടെ എന്ന് ചോദിച്ചാൽ രാജകിങ്കരന്മാർ വരും. കഴുത്ത് വെട്ട് എന്ന് പറയണ്ട, രാജാവിന്റെ ആക്ഷൻ കണ്ടാൽ മോശയുടെ കഴുത്തു പോകും. പക്ഷേ മോശ ഫറവോന്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ്, ഈ ജനത്തെ വിട, അല്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക. ഫറവോന് അനങ്ങാൻ വയ്യ. അതിന്റെ പേരാണ് ഗോഡ്സ് ഇൻഫ്ലുവൻസ്. The power of God's influence. ഞാൻ നിങ്ങളിൽ ചിലരെ നോക്കി പറയുക, മോശയെ പോലെ, ചിലർ ഏലിയാവിനെ പോലെ ആഹാബിനെ വെല്ലുവിളിക്കുന്നവർ, ഫറവോനെ വെല്ലുവിളിക്കുന്നവർ, ഫിലിസ്തീനെ വെല്ലുവിളിക്കുന്നവർ. ഞാൻ ഈ സഭയെ നോക്കിയൊരു ദൂത് പറയുക, രാജ്യങ്ങളെ നോക്കിയൊരു ദൂത് പറയുക, എന്നെ കാണുന്ന പട്ടണങ്ങളെ നോക്കിയൊരു ദൂത് പറയുക. നിങ്ങൾ പറയുന്നു ഈ ലോകം മനുഷ്യരെ സ്വാധീനിക്കുന്നു, ലോകം ഈ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത് സഭ പട്ടണങ്ങളെ പിടിക്കുന്നു, സഭ രാജ്യങ്ങളെ പിടിക്കുന്നു, പട്ടണങ്ങളെ പിടിക്കുന്നു. ഇന്ന് നിങ്ങളിൽ പലരും 10 മണിക്കും 8 മണിക്കും ഒക്കെയാ വന്നേ. എന്നാൽ കൊറോണയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ ഹോളി കയറണമെങ്കിൽ 5 മണിക്ക് വരണമായിരുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, തലേ രാത്രി ആളുകൾ കിടക്കാൻ വരുന്ന സ്ഥിതിയിലേക്ക് വരുമോ? കൊറോണയ്ക്ക് മുമ്പ് രാവിലെ 4 മണിക്കൊക്കെ ആളുകൾ വരത്തുള്ളായിരുന്നു. എന്നാൽ ഇനി വരാൻ പോകുന്ന സീസൺ തലേന്നെ ഒന്ന് കിടക്കുക, നാളെ മീറ്റിംഗ് ഉണ്ട്. അങ്ങനൊരു കാലഘട്ടം വരുന്നു, അങ്ങനൊരു കാലഘട്ടം വരുന്നു. സഭ അതിലേക്ക് കടക്കുന്നു, സഭ അതിലേക്ക് വരുന്നു. ലോകം ഇൻഫ്ലുവൻസ് ചെയ്ത കഥയല്ല ഇനി പറയാൻ പോകുന്നത്. ലോകം ഇൻഫ്ലുവൻസ് ചെയ്തപ്പോ കുഞ്ഞുങ്ങൾ മദ്യപാനത്തിലായി, കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിന് അടിമയായി. എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെട്ടു, പെൺകുട്ടികൾ അപമാനിക്കപ്പെട്ടു, സകലിടത്തും ബലാത്സംഗം, അതുപോലുള്ള കാര്യങ്ങൾ സാധാരണമായി ലോകം ഇൻഫ്ലുവൻസ് ചെയ്തു. എന്നാൽ അതെങ്ങനെ പിശാച് ചെയ്തു? അതിന്റെ 1000 മടങ്ങ് ദൈവമക്കളിലൂടെ നടക്കാൻ പോവാ. That is called end time. അതാണ് അവസാന കാലഘട്ടം. പരിശുദ്ധാത്മാവുമായുള്ള കൂട്ടായ്മ ദൈവത്തിന്റെ ഇൻഫ്ലുവൻസ് നിന്നിൽ സാധിക്കേണ്ടതിനും നിന്നിലുള്ളത് വെളിപ്പെടേണ്ടതിനുമാണ് എങ്കിൽ ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കാൻ പോകുകയാണ്. ഇതാ പത്രോസും അന്ത്രയോസും നഥനയേൽ എന്ന് പറയുന്ന ഒരു യൗവനക്കാരനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു. നഥനയേൽ യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനെ കണ്ടയുടനെ ആദ്യ വാചകം പറഞ്ഞു, നഥനയേൽ, ഇവൻ സാക്ഷാൽ ഇസ്രായേൽ, ഇവനിൽ കാപഢ്യമില്ല. പെട്ടെന്ന് നഥനയേൽ ഒരു കോൺവെർസേഷൻ തുടങ്ങുക കേട്ടോ. ദൈവത്തിന്റെ ആദ്യ ശബ്ദം ആര് കേട്ടു? ഇതാ നഥനയേൽ കേട്ടു. നഥനയേൽ പെട്ടെന്ന് പ്രതികരിച്ചു. അതിന്റെ പേരാണ് കൂട്ടായ്മ, അതിന്റെ പേരാണ് കൂട്ടായ്മ. അവൻ ഇങ്ങോട്ട് പറയുന്നു, ഞാൻ അങ്ങോട്ട് പറയുന്നു. അവൻ ചോദിച്ചു, യേശുവേ, നീ എന്നെ എവിടെ വെച്ചറിയും? കർത്താവിനോട്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പേ നീ അത്തിയുടെ മരത്തിൽ ഇരിക്കുന്നത് കണ്ടു. രണ്ടാമത്തെ വാചകം, യേശുവിനോട് അവൻ, റബി, നീയാണ് ദൈവപുത്രൻ. ആമേൻ. ഞാൻ നിങ്ങളെ നോക്കി ഒന്ന് പ്രവചിക്കട്ടെ.
ആരെങ്കിലും കൂട്ടായ്മ ആചരിക്കാൻ തുടങ്ങിയാൽ അവർ ഓരോരുത്തരും ആരാണ് ദൈവപുത്രനെന്നറിയും. കാരണം അവർക്ക് ദൈവപുത്രൻ വെളിപ്പെടും. ഇത് മൂന്നാമത്തെ ആഴ്ചയാ വ്യത്യസ്ത വിധത്തിൽ പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നത്. എന്നോട് കർത്താവ് പറഞ്ഞു ഒരു കാര്യമല്ല, രണ്ട് കാര്യം. മൂന്നാമത്തെ ആഴ്ചയാ സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, ആരാണോ ഫെലോഷിപ്പിലേക്ക് വരുന്നത് അവർക്ക് അവൻ ദൈവപുത്രനായി വെളിപ്പെട്ടു വരും. They will going to see. They are going to see. Hallelujah. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവൻ അടുത്ത വാചകം പറഞ്ഞു, അവന് വെളിപ്പെട്ടു എന്ന് പറഞ്ഞതോടുകൂടെ അവൻ പറയുക, യേശു നീ അത്തിയുടെ കീഴിൽ ഇരിക്കുന്നു എന്ന് കണ്ടു പറയുന്നത് കൊണ്ട് നീ ഇത് പറഞ്ഞുവോ, ഇത് വിശ്വസിക്കുന്നുവോ? അവനോട് കർത്താവ് പറയുക, സ്വർഗത്തെ ഞാൻ നിനക്ക് വെളിപ്പെട്ടത് മാത്രമല്ലടാ, ഇതിനും വലിയത് നീ കാണാൻ പോകുക. ആരെങ്കിലും ഒപ്പം ഉണ്ടോ? ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കാണാൻ പോകുകയാ, വലിയത് കാണാൻ പോകുകയാ. ഈ വാക്യം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നപ്പോ എനിക്ക് സഭയോട് പറയാൻ തോന്നിയത്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയത് സഭ കാണാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുവരെ കണ്ടിട്ടില്ലാത്തത് സഭ കാണാൻ പോകുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത സഭ കേൾക്കാൻ പോകുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സഭ കാണാൻ പോകുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്ത സഭ കേൾക്കാൻ പോകുന്നു. അടുത്തിരിക്കുന്നവരോട് പറ, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കാണാൻ പോകുന്നു. ഇതുവരെ കേട്ടിട്ടില്ലാത്തത് കേൾക്കാൻ പോകുന്നു. കാണാൻ പോകുന്നേ കേൾക്കാൻ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ, കാണാൻ പോകുന്നേ അത്ഭുതങ്ങൾ, ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ. ഓ, കാണാൻ പോകുന്നേ അത്ഭുതങ്ങൾ, ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ. കേൾക്കാൻ പോകുന്നേ അത്ഭുതമായി, ഇതുവരെ ഉയർന്നിട്ടില്ലാത്തതുപോലെ. ഓ, ഉയരാൻ പോകുന്നേ അത്ഭുതമായി, ഇതുവരെ ഉയർന്നിട്ടില്ലാത്തതുപോലെ. ഉയരാൻ പോകുന്നേ അത്ഭുതമായി, ഇതുവരെ ഉയർന്നിട്ടില്ലാത്തതുപോലെ. ഉയരാ പെരുക ദൈവത്തിൻ സാധ്യതകൾ. ഓ, ഉയരാ പെരുക ദൈവത്തിൻ സാധ്യതകൾ. ദൂത് നിങ്ങളോടാണ്. ആരാണോ ദൈവമായ കൂട്ടായ്മയാതിരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കാൻ പോകുന്നു. ഇത് നിങ്ങളുടെ സീസൺ. പരിശുദ്ധാത്മാവുമായി ആരാണോ ബന്ധത്തിൽ വരുന്നത് അവരുടെ സീസൺ. വേദവചനം പറയുക, ആ കോൺവെർസേഷൻ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, സ്വർഗം തുറന്നിരിക്കുന്നത് നീ കാണും. ആർക്ക് വേണമെങ്കിലും എടുക്കാം. സ്വർഗം തുറന്നിരിക്കുന്നത് നീ കാണും. ദൂത ആരാണോ കൂട്ടായ്മ ആചരിക്കുന്നത് അവർ സ്വർഗത്തെ തുറന്നിരിക്കുന്ന സ്വർഗത്തെ കാണും. തുറന്നിരിക്കുന്ന സ്വർഗത്തെ കാണും. ഓ, തുറന്നിരിക്കുന്ന സ്വർഗം. തുറന്നിരിക്കുന്ന സ്വർഗം അവർക്ക് കേൾക്കാ കഥയല്ല, അവരുടെ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ്. തുറന്നിരിക്കുന്ന സ്വർഗം കാണുക മാത്രമല്ല, സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ ഇറങ്ങുകയും കേറുകയും ചെയ്യുന്നത് അവർ കാണും. നീ എവിടെയാണോ കൂട്ടായ്മ ആചരിക്കുന്നത് അവിടെ സ്വർഗം തുറന്നു വരും. ജീസസ് വേൾഡ്, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ സ്വർഗം തുറന്നു വരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറഞ്ഞു. ദൂതന്മാർ ഇറങ്ങും, കേറും. ഏഞ്ചൽസ് കേറും, ഇറങ്ങും. Wherever you fellowship with God, that will be that place will be a portal for God.
Amen. You will see a portal going to open where you are going to worship God. You are going to see a ladder where you are going to worship God. You are going to see a open heaven where you are worshiping God. ദൈവത്തെ ആരാധിക്കുന്ന നിങ്ങളുടെ വീട്ടിനകത്ത് ഒരു കേവണി കാണാൻ പോകുന്നു. സ്വർഗം തുറന്നത് കാണാൻ പോകുന്നു. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറ. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. ഈ സ്ഥലത്ത് ദൈവമുണ്ട്. അവന്റെ ആദ്യത്തെ ഫെലോഷിപ്പാണ്. അവൻ അടുത്ത വാചകം പറഞ്ഞു, ഈ സ്ഥലം എത്ര ഭയങ്കരമാണ്. ആ സഭ എവിടെയാണോ ദൈവമായ കൂട്ടായ്മ ആചരിക്കുന്നത് അതിന് ചുറ്റുപാടുമുള്ള ആളുകൾ ഇവിടം ഭയങ്കരമാണെന്ന് പറയുന്ന കാലഘട്ടം വരുന്നു. ഇത് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോകുകയല്ല കേട്ടോ. ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഇന്ന് സഭയെ ലോകം ആക്രമിക്കുകയാണെങ്കിൽ സഭ ഒരു തീ പോലെ രാജ്യത്തിന്റെ നടുവിൽ എഴുന്നേൽക്കാൻ പോകുന്നു. എവിടെയാണോ നിങ്ങൾ ദൈവത്തെ കൂട്ടായ്മ ആദരിക്കുന്നത് അവിടെ ദൈവം വസിക്കുന്ന ആലയമാകാൻ പോകുന്നു. ഇത് ദൈവത്തിന്റെ ആലയമല്ലാതൊന്നുമില്ല, ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ വായിക്കാം. The house of God, this is the gateway to heaven. ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ വീട്ടിൽ നീ ദൈവമായിട്ടുള്ള ഫെലോഷിപ്പ് സൂക്ഷിക്കുന്നുവോ? എനിക്ക് നിന്നോട് പറയാനുള്ളത്, അവിടെ സ്വർഗത്തിന്റെ ഒരു പോർട്ടൽ തുറന്നു വരാൻ പോകുന്നു. എന്നോട് എൻ്റെ കൂടെ നിൽക്കുന്ന ജിജോ ബ്രദറും സഹോദരന്മാരും പറയാറുണ്ട്, മിറക്കിൾസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിൽ ഞാൻ പ്രസംഗിച്ചിട്ട് ആ സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ഇവരാരെങ്കിലും ഒന്ന് ശുശ്രൂഷിക്കുന്നുവെങ്കിൽ അവർ പറയാറുണ്ട്, ബ്രദറെ ഭയങ്കര ഫ്രീയാ, അവിടെ നിന്ന് വാക്കുകൾ ഒഴുകും, അവിടെ നിന്ന് അത്ഭുതങ്ങൾ ഒഴുകും, ഒരു പാടുമില്ല, ഒരു സ്ട്രഗിളും ഇല്ല, ഈസിയാണ്. എൻ്റെ കാരണം എന്നാണെന്നറിയോ? ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ ഏത് സ്ഥലത്ത് നിന്ന് കൂട്ടായ്മ ആചരിക്കുന്നത് അവിടെ സ്വർഗീയ പോർട്ടൽ തുറക്കും. നിങ്ങൾ ആരാധിക്കുന്ന വീട്ടിന്റെ മേളിൽ ഒരു പോർട്ടൽ തുറക്കും. സ്വർഗീയ കവാടങ്ങൾ തുറക്കും. ദൂതന്മാർ ഇറങ്ങുകയും ചെയ്യുന്ന കയറുകയും ചെയ്യുന്ന ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന പോർട്ടലുകൾ തുറക്കും. നീ പറയുന്നത് എൻ്റെ വീട്ടിൽ പോരാട്ടമോ? നിന്റെ വീട്ടിൽ ഒരു പോരാട്ടമല്ല. നിന്റെ നിരക്ക് നേരെ മന്ത്രവാദം ചെയ്യുന്നവൻ ഭയപ്പെടും. കാരണം സ്വർഗം ഇറങ്ങുന്ന സ്ഥലമായി നിന്റെ വീട് മാറും. സ്വർഗം ചലിക്കുന്ന ഇടമായി നിന്റെ വീട് മാറും. ആർക്കും അതിനെ തടയാൻ കഴിയത്തില്ല, ആർക്കും അതിനെ നിർത്താൻ കഴിയത്തില്ല. നീ ഒരു സ്വർഗീയ പോർട്ടലാകും. ഞാൻ കുറച്ചും കൂടെ കയറി പറയട്ടെ. ഞാൻ എന്ന വ്യക്തി ദൈവമായ ആരാധനയിൽ തുടരുന്നുവെങ്കിൽ ഞാൻ നടക്കുന്ന ദൈവത്തിന്റെ പോർട്ടലായി മാറും. ഞാൻ നടക്കുന്ന ദൈവത്തിന്റെ ആലയമായി മാറും. ചിലരോടുള്ള ദൂത, നിങ്ങൾ നടക്കുന്ന ദൈവത്തിന്റെ ആലയമാവും. നിങ്ങൾ നടക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. നിങ്ങൾ നടക്കുന്ന ദൈവത്തിന്റെ പോർട്ടലുകളാണ്. നിങ്ങളിലേക്ക് ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് സാധാരണമാകും. വേദപുസ്തകം പറയുന്നത്, ആ ഏണിയുടെ അറ്റത്ത് നിന്ന് യഹോവ അരുളി ചെയ്തു, ദൈവത്തിന്റെ ശബ്ദം നിനക്ക് സുതാര്യമായിരിക്കും, ദൈവത്തിന്റെ ശബ്ദം നിനക്ക് വ്യക്തമായിരിക്കും. കുറച്ചും കൂടെ കയറി പറയാം, സ്വർഗം ഇറങ്ങി വരുന്ന ഭവനമായിരിക്കും നിന്റേത്. സ്വർഗം വിസിറ്റ് ചെയ്യുന്ന ഇടമായിരിക്കും നീ. സ്വർഗത്തിന്റെ വിസിറ്റിംഗ് പ്ലേസ് ആയിരിക്കും നീ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ഇത് വേണ്ടവർക്ക് സ്വീകരിക്കാം. എന്നെ സ്വീകരിക്കുന്നവർക്ക് ശ്രദ്ധയോടെ കേട്ടാട്ടെ. എവിടെയാണോ നീ ഒരു പോർട്ടൽ ഉണ്ടാക്കുന്നത് ആ സ്ഥലം നിന്റെയാകും. ആ ലാൻഡ് നിന്റെയാകും. ആ സ്ഥലം നിന്റെയാകും. നീ ഫ്ലാറ്റിൽ ഇരുന്നൊരു പോർട്ടൽ ഉണ്ടാക്കിയാൽ, ഒരു വില്ലയിൽ ഇരുന്നൊരു പോർട്ടൽ ഉണ്ടാക്കിയാൽ ആ സ്ഥലം നിന്റെയാകും. സ്പിരിച്വലി പറയട്ടെ, ഞാൻ ഈ കൊച്ചി പട്ടണത്തിൽ നിൽക്കുമ്പോൾ ഞാൻ സ്വപ്നം കണ്ടതായി ഞാൻ പ്രസംഗിക്കുന്നത്, ഈ പട്ടണം നിനക്ക് തരും, ഈ പട്ടണം നിനക്ക് തരും.
ഈ പട്ടണം നിനക്ക് തരും, നിനക്കും നിന്റെ സന്തതിക്കും തരും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചോട് പറ. ഈ എറണാകുളം ഡിസ്ട്രിക്ട്, ഈ കൊച്ചി ഡിസ്ട്രിക്ട്, എന്താണ് കൂട്ടായ്മ? ദൈവമായിട്ടുള്ള കോൺവെർസേഷൻ. എന്താണ് കൂട്ടായ്മ? ദൈവമായിട്ടുള്ള സംസാരിക്കുന്ന ഇടം. എന്താണ് കൂട്ടായ്മ? ദൈവവും നീയും മാത്രമായി സമയം ചെലവഴിക്കുന്ന സ്ഥലം. ആരെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് അങ്ങനൊരു സ്ഥലത്തെ ക്രിയേറ്റ് ചെയ്യുന്നുവെങ്കിൽ ആ സ്ഥലം നിന്റെ അവകാശമായിരിക്കും. നീ ക്രിയേറ്റ് ചെയ്യുന്ന ആ കൂട്ടായ്മയുടെ അളവ് എത്ര വലുതാണോ അതിന്റെ റേഡിയേഷൻ അത്രത്തോളം വലുതായിരിക്കും, അതിന്റെ വലിപ്പം അത്രത്തോളയാകും. ഞാൻ അടുത്ത വാചകം പറയുക. ആരെങ്കിലും ദൈവമായിട്ടുള്ള കൂട്ടായ്മയെ ആചരിക്കുന്നുവെങ്കിൽ നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടരും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ആരെങ്കിലും ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കുന്നു, അവൻ ഇടത്തോട്ടും വലത്തോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഈ ദിവസങ്ങളിൽ പടരാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ പടരാൻ പോകുന്നു. ഇടത്തോട്ട്, വലത്തോട്ട്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നീ പടരുകയാണ്. ഓ, കാണാൻ പോകുന്നേ അത്ഭുതങ്ങൾ, ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ. കാണാൻ പോകുന്നേ അത്ഭുതങ്ങൾ, ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ. എഴുതാൻ പോകുന്നേ അത്ഭുതമായി, ഇതുവരെ ഉയർന്നിട്ടില്ലാത്തതുപോലെ. ഓ, ഉയരാൻ പോകുന്നേ അത്ഭുതമായി, ഇതുവരെ ഉയർന്നിട്ടില്ലാത്തതുപോലെ. ഉയരാൻ പോകുന്നേ അത്ഭുതമായി, ഇതുവരെ ഉയർന്നിട്ടില്ലാത്തതുപോലെ. ഉയരാൻ പോകുന്നേ, ഒന്ന് പറഞ്ഞു, ഉയരാൻ പോകുന്നേ. പറ, ഉയരാൻ പോകുന്നേ, ഉയരാൻ പോകുന്നേ, ഉയരാൻ പോകുന്നേ. ഓ, പറ, ഉയരാൻ പോകുന്നേ, ഉയരാൻ പോകുന്നേ, ഉയരാൻ പോകുന്നേ. തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നീ പടരും. അടുത്തിരിക്കുന്ന ഒരാളോട് പറ, നിന്റെ അതിരുകൾ വിശാലമാകും, നിന്റെ അതിരുകൾ പടരും, നിന്റെ അതിരുകൾ വിസ്താരമാകും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, നീ ആയിരിക്കുന്ന കൂടാരത്തിന്റെ ഇടത്തെ വിസ്താരമാക്കുക. കഴിഞ്ഞ ആഴ്ചത്തെ ദൂത, ഈ ആഴ്ച എനിക്ക് പറയാനുള്ളത് അത് തന്നെയാ. ഇത് വാതിലുകൾ വിസ്താരമാക്കുക. എന്നോട് എന്തെങ്കിലും ദൂത് 2 പ്രാവശ്യം സ്വർഗം പറയുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അതിനെ അവൻ സീലടിക്കുകയാണ്, അതിനെ അവൻ സീൽ ചെയ്യുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉയരാൻ പോകുന്നേ അത്ഭുതമായി, ഉയർന്നിട്ടില്ലാത്തതുപോലെ. ഉയരാൻ പോകുന്നേ അത്ഭുതമായി, ഇതുവരെ ഉയർന്നിട്ടില്ലാത്തതുപോലെ. പെരുക ദൈവത്തിൻ സാധ്യതകളിൽ, ഉയരാ പെരുക ദൈവത്തിൻ സാധ്യതകളിൽ. നീ ഒരു അനുഗ്രഹമാകാൻ പോകുന്നു. ആരെങ്കിലും ദൈവമായുള്ള കൂട്ടായ്മയിലാണോ ഇന്ന് പകൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ തൊടുന്നത് അനുഗ്രഹമാകും, നീ ഒരു അനുഗ്രഹമാകും. ഭ്രാക്കും ശാപവും നിറഞ്ഞ നിന്റെ വീട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഈ 2023-2025 ഫെബ്രുവരി 10-ാം തീയതി ഞാൻ നിന്നോട് പറയുന്ന ആലോചന ശ്രദ്ധിക്കേ. ഈ പകൽ മുതൽ നിങ്ങൾ പലർക്കും ഒരു അനുഗ്രഹമാകും. ഭ്രാക്കും ശാപവും തകർച്ചയും നിറഞ്ഞ നിന്റെ വീട് പട്ടണങ്ങൾക്കൊരു അനുഗ്രഹമാകും. നിന്റെ വീട് ഒരു ലൈറ്റ് ഹൗസ് പോലെ പ്രയോജനപ്പെടും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമേൻ പറ. ആരെങ്കിലും ദൈവമായുള്ള കൂട്ടായ്മയിലാണോ? അടുത്ത വേദവചനം പറയുന്നത് അവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. ഈ പകൽ മുതൽ നിന്നോടുള്ള ദൂത്, ഇന്നലെ വരെ നീ വീണു എന്ന് പറയുന്നിടത്ത് ഇനി നീ വീഴത്തില്ല. ഇന്നലെ വരെ നീ തകർന്നു എന്ന് പറയുന്നിടത്ത് നീ തകരത്തില്ല. ഇന്നലെ വരെ നിനക്ക് അപകടം ഉണ്ടായി എന്ന് പറയുന്നിടത്ത് അപകടം ഉണ്ടാകത്തില്ല. അപകടങ്ങൾ ഇതാ നിന്നെ വിട്ട് ഓടുന്നു, അനർത്ഥങ്ങൾ നിന്നെ വിട്ട് ഓടുന്നു.
വേദനകൾ നിന്നെ വിട്ട് ഓടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ 5 മിനിറ്റത്തെ കൂട്ടായ്മ നിന്നിൽ എന്തൊക്കെ ചെയ്യുമെന്ന് ഇതുവരെ ലോകവരാരും കണ്ടിട്ടില്ല. നിങ്ങൾ ദൈവമായി 2 മിനിറ്റ് സംസാരിക്കുന്നതിനകത്ത് എന്തും നടക്കാം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് പറ, സകലതും അവന്റെ കൂട്ടായ്മയിലാണ്, ആ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിലാണ് സകലതും. ഒന്ന് കരമുയർത്തി പറ, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതിനാണ് സകലതും. ഉറക്കെ പറ, ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നതാണ് സകലതും. ഉറക്കെ പറ, സാന്നിധ്യത്തിൽ മറയുന്നതാണ് സകലതും. ദൈവത്തോടു കൂടെ ഇരിക്കുന്നതിനാണ് സകലതും. ആ കൈകളൊന്ന് അടിച്ചോണ്ട് ആമേൻ പറഞ്ഞോണ്ട് പറ, ദൈവത്തോടു കൂടി ഇരിക്കുന്നതാണ് സകലതും. ഫെലോഷിപ്പ്, കൂട്ടായ്മ. യാക്കോബിനോട് ചോദിക്കാം, യാക്കോബേ നിന്റെ സ്ഥിതി എന്താ? അവൻ പറയും, 10 കൊല്ലം 20 കൊല്ലമായി ഞാൻ എൻ്റെ അമ്മായിപ്പൻ്റെ കൂടെ ജോലി ചെയ്യുന്നു. 10 പ്രാവശ്യം എന്നെ പറ്റിച്ചു. 2 കൊല്ലം കൂടുമ്പോൾ എൻ്റെ അമ്മായിപ്പൻ എന്നെ പറ്റിച്ചു. പക്ഷേ ആ പറ്റിക്കുന്നതിൻ്റെ നടുവിൽ ഞാൻ നിന്നത് ഞാൻ ദൈവമായുള്ള കൂട്ടായ്മയെ ആചരിച്ചോണ്ട്. ഇനി ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണ്ട്, 20 കൊല്ലം പറ്റിച്ചത് ഒരു കൂട്ടായ്മയിൽ ഒരു വെളിപ്പാടിനെ തിരിച്ചു തരാൻ പറ്റി. 20 കൊല്ലം പറ്റിച്ചതാ. പക്ഷെ ഒരു രാത്രിയിൽ ഒരു സ്വപ്നത്തിൽ ദൈവം ഇതാ യാക്കോബിനെ വിളിക്കുക, യാക്കോബേ നീ എന്താ കാണുന്നത്? അവൻ പറഞ്ഞു, വരയും കുറിയുമുള്ള ആടുകൾ ഇണചേരുന്നത് കാണാം. വീണ്ടും യാക്കോബിനോട് ചോദിച്ചു, യാക്കോബേ നീ എന്താ കാണുന്നത്? അവൻ പറഞ്ഞു, വരയും കുറിയുമുള്ള ആടുകൾ പ്രസവിക്കുന്നത് കാണാം. യാക്കോബിനോട് ദൈവം പറയുക, നീ കണ്ടതുപോലെ നിനക്ക് സംഭവിക്കും. 20 കൊല്ലം കൊണ്ടുപോയത് ഈ പകൽ തിരിച്ചു വരും. 20 കൊല്ലം അപഹരിച്ചത് ഈ ഫെബ്രുവരി തിരിച്ചു വരും. ഇത്രയും കൊല്ലം നഷ്ടമായത് ഈ കൊല്ലം നിന്റെ കൈ തിരിച്ചു വരും. ഈ കൊല്ലം നീ താഴോട്ട് പോകത്തില്ല. ഈ കൊല്ലം അടുത്തതിലേക്ക് നീ ഉയർന്നു വരും. നഷ്ടങ്ങളുടെ കഥ പറയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഇത് നിന്നോടുള്ള ദൂത. നീ ദൈവമായിട്ടുള്ള കൂട്ടായ്മയെ ആചരിക്കാൻ റെഡിയാണോ? ഒരു സ്വപ്നത്തിന് സകലതും തരാം. ഒരു സ്വപ്നത്തിന് സകലതും തരാം. സ്വപ്നത്തിന് സകലതും തരാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ശബ്ദമേർത്തി ഹല്ലേലൂയ പറ. റുദന മനഹസലബ റസലിയദലബ. യാക്കോബിനോട് ചോദിക്കാൻ, യാക്കോബേ കൂട്ടായ്മ നിനക്ക് എന്താ തന്നത്? ദൂത് നിങ്ങളോടാണ്. അവൻ സ്വപ്നം എഴുന്നേറ്റു. അവൻ പറഞ്ഞു, ഞാൻ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി. എന്നിട്ട് പറഞ്ഞു, ആ ദിവസം വരെ ആ പട്ടണത്തിന് ലൂസ് എന്നാണ് പേര്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, അത് ബേഥേലായി മാറി. ശ്രദ്ധിച്ചോണം, ദൂത് ശ്രദ്ധിച്ചോണം. നീ ദൈവ സാന്നിധ്യം എവിടെയാണ് അനുഭവിക്കുന്നത്, ആ പട്ടണത്തിന്റെ പേര് മാറിപ്പോയി. തിരുവനന്തപുരം എന്ന പേരുള്ള പട്ടണത്തിന് ക്യാപിറ്റൽ സിറ്റി ഓഫ് റിവൈവൽ എന്ന് പേരാകും. എന്ന് പറഞ്ഞേ, ക്യാപിറ്റൽ സിറ്റി ഓഫ് റിവൈവൽ. നിങ്ങൾ എന്താ കൈയടിക്കാതെ? തിരുവനന്തപുരം കേരളത്തിന്റെ റിവൈവൽ ആണെങ്കിൽ ക്യാപിറ്റൽ സിറ്റി ഓഫ് റിവൈവൽ എന്ന് പേര് വിളിക്കും. നീ ദൈവ സാന്നിധ്യത്തെ എവിടാണോ കൊണ്ടുവരുന്നത്, ആ കൊണ്ടുവരുന്ന സ്ഥലം പിന്നീട് പേരിൽ അറിയപ്പെടത്തില്ല. നിന്റെ വീടിന്റെ പേര് മാറും, നിന്റെ കുടുംബത്തിന്റെ പേര് മാറും, നിന്റെ കടയുടെ പേര് മാറും, നിന്റെ ജീവിതത്തിന്റെ പേര് മാറും. നിന്റെ ചുറ്റുപാടിന്റെ പേര് മാറും. ഒരു പുതിയ പേര് നിനക്ക് വരുവാനായി പോകുന്നു. അടുത്തിരിക്കുന്ന ആളോട് പറ, സാന്നിധ്യം അനുഭവിച്ചവൻ ഇടുന്ന പേരാണ് ആ പട്ടണത്തിന്റെ പേര്. കൂട്ടായ്മ ആചരിക്കുന്നവൻ ഇടുന്ന പേരാണ് ആ പട്ടണത്തിന്റെ പേര്. സിറ്റി
Capital city of revival. Capital city of revival. Capital city of revival. ട്രിവാൻഡ്രം ഇനി അങ്ങനെ അറിയപ്പെടട്ടെ. ഒന്ന് കൈയടിച്ചു ആമീൻ പറ. Capital city of revival. Capital city of revival. ചിലരോട് പറയുക, ചിലരുടെ ലൂസ് എന്ന അവസ്ഥ മാറി, ലൂസ് എന്ന അവസ്ഥ മാറി ബേതേലായി മാറും. ഓ, എവിടെ കൂട്ടായ്മ വരുന്നു അവിടെ സ്വർഗം തുറക്കും. എവിടെ സ്വർഗം തുറക്കുന്നു അവിടെ സ്വർഗത്തിന്റെ ഏണി വെക്കും. സ്വർഗദൂതന്മാർ കയറുകയും ചെയ്യും. ആ സ്ഥലത്തിന്റെ പേര് പിന്നെ പഴയ പേരാകുമോ? ഒരു നാളുമില്ല. നിന്റെ വീടിന്റെ പേരിനി അതാകുകയില്ല. ലൂസർ എന്നായിരുന്ന സ്ഥലത്ത് നിന്ന് സമൃദ്ധിയുടെ പട്ടണം എന്നറിയപ്പെടും. ഓ, കൈയടിച്ചു ആമീൻ പറ. ലൂസ് മാറി ബദലാകും. ലൂസ് മാറി ബദലാകും. ലൂസ് മാറി ബദലാകും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമീൻ പറ. ഞാന് യാക്കോബ് ദർശനങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കാണുകയാ. ആ സ്വപ്നത്തിനകത്തൊരു നിർദ്ദേശം വരുന്നു, നീ നിന്റെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യാക്കോബിനോട് ചോദിക്കാണ്ട്, യാക്കോബേ എന്താ? അവൻ പറയും, സാന്നിധ്യം എവിടെ ഇറങ്ങുന്നു അവിടെ നിർദ്ദേശങ്ങൾ കേൾക്കാം. വേണ്ടവർക്ക് റിസീവ് ചെയ്യാം കേട്ടോ. അവൻ എവിടെയാണ് തുടരേണ്ടതെന്നും എവിടേക്കാണ് പോകേണ്ടതെന്നും എവിടെയാണ് ജീവിക്കേണ്ടതെന്നും എവിടാണ് വളരേണ്ടതെന്നും എവിടാണ് സ്റ്റെപ്പ് വെക്കേണ്ടതെന്നും അവന് കേൾക്കാം. കൂട്ടായ്മ ആചരിക്കുന്ന ദൈവ പൈതലെ, നീ എവിടെ പോകണം, എവിടെ ജീവിക്കണം, എങ്ങനെ മുന്നേറണം എന്ന് നിന്നോട് അവൻ സംസാരിക്കും. ഇത് നിന്റെ സീസണാണ്. നിന്നെ ഗൈഡ് ചെയ്യുന്ന സീസൺ, നിന്നെ നടത്തുന്ന സീസൺ. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. ശബ്ദമേറിയൊരു ഹല്ലേലൂയ പറ. യാക്കോബിനോട് ചോദിക്കാം, യാക്കോബേ കൂട്ടായ്മയുടെ വലിപ്പം എന്തുവാ? യാക്കോബ് പറയും, കൂട്ടായ്മയുടെ വലിപ്പം എന്ന് പറയുന്നത് അത് സ്വർഗം തുറക്കുന്നതാണ്. ആരാണ് ദൈവമായുള്ള സംഭാഷണത്തിന്റെ സ്ഥലത്ത് എന്ത് സംഭവിക്കും? സ്വർഗം ഓപ്പണാകും. എങ്കിൽ നിന്റെ പ്രതിസന്ധിയുടെ സമയത്ത് നീ എന്താ ചെയ്യുന്നേ? ഇതാ ഏശാവ് 400ഓളം ആളുകളുമായി തന്നെ പിടിക്കാൻ വരുന്നു എന്ന് നാം കേട്ടിരിക്കുവോ? യാക്കോബിന് എന്താ പറയാനുള്ളത്? യാക്കോബിന് പറയാനുള്ളത്, ഇവിടെ എനിക്ക് വേണ്ടത് സൈന്യബലമല്ല, കർത്താവിന്റെ ബലമാണ്. അവൻ പറയും, തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും സമ്പാദിച്ചതും മുഴുവനും തോടിനപ്പുറത്ത് കയറിയിട്ടിട്ട് ഇതാ രാത്രിയിൽ അവൻ ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുകയാണ്. പ്രശ്നങ്ങളുടെ നടുവിൽ ആരെങ്കിലും ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനുണ്ടോ? സാന്നിധ്യമായിട്ട് ഒറ്റയ്ക്ക് ചെലവഴിക്കാനുണ്ടോ? ഞാൻ നിന്നോട് പറയാം, പ്രശ്നത്തിന് നടുവിൽ നിലവിളിക്കുന്നവനെ അല്ല, അയ്യോ ആ ഏത് പാസ്റ്ററെ പോയി കാണണമെന്ന് ചിന്തിക്കുന്നവനെ അല്ല, പകരം പ്രശ്നത്തിന് നടുവിൽ ദൈവമായി മാറിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? എനിക്ക് അവരോടൊരു ദൂത് പറയാനുണ്ട്. അവനോടൊരു ദൂത് പറയാനുണ്ട്. അവനോടൊരു ദൂത് പറയാനുണ്ട്. അവനോടുള്ള ദൂത് മറ്റൊന്നുമല്ല, നിന്റെ പേര് വേറെയായി പോകും. ആമേൻ. അന്നുവരെ അറിയപ്പെട്ട പേരല്ല പിന്നീട് യാക്കോബിനുള്ളത്. യാക്കോബിന് ദൈവം പേരിട്ടു. ഞാൻ ചിലരോട് ദൂത് പറയട്ടെ, ദൈവം പേരിടുന്നവർ ഇതിനകത്ത് എഴുന്നേൽക്കുന്നു. ഭയങ്കരവാ. അപ്പോസ്തലന്മാരെ ദൈവം തെരഞ്ഞെടുത്തപ്പോ ശീമോനെ ദൈവം പത്രോസ് എന്ന് പേരിട്ടു. ദൈവം തെരഞ്ഞെടുക്കുന്നവർക്ക് ദൈവം ഇടുന്ന പേരിന്റെ സീസണായത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്ന ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം തെരഞ്ഞെടുക്കുന്നവർക്ക് അവനൊരു പേരിടും. നിങ്ങൾ എന്റെ ഒപ്പ് എത്തിയോ? ഒന്ന് കൈകളടിച്ചൊരു കർത്താവിന് സ്തോത്രം ചെയ്തേ. ആ പേരിനെ അവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് മല്ല് പിടിച്ചു, അതുകൊണ്ട് ഇസ്രയേൽ എന്ന് പേരാകും.
where English translation struggle with God and with man and have prevailed. പക്ഷേ ഇസ്രായേൽ എന്ന വേർഡിന്റെ യഥാർത്ഥ അർത്ഥം അറിയാവോ? ഹാവ് പവർ ആസ് എ പ്രിൻസ് എന്ന് പറഞ്ഞ ദൈവം പറയുക, ദൈവമായ ആരെങ്കിലും കൂട്ടായ്മ ആചരിച്ചാൽ ഒരു രാജാവിനെ പോലെ അവൻ ശക്തനാകും. അതിന്റെ അർത്ഥം മനസ്സിലായോ? രാജാവിന്റെ ശക്തി എവിടെ ജിജോ ഇരിക്കുന്നറിയോ? അവന്റെ വാക്കുകളിലാണ്, അവന്റെ അധികാരത്തിലാണ്. എന്ന് പറഞ്ഞ ആരെങ്കിലും കൂട്ടായ്മ ആചരിച്ചാൽ അവന്റെ അധികാരത്തിന്റെ ആഴം മാറും, അവന്റെ വാക്കുകളുടെ ആഴം മാറും. ഓ, നിങ്ങൾ തളർന്നോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചിലരെ നോക്കി പ്രവചിച്ചു പറയാം, നിങ്ങൾ ഇന്നലെ വരെ സംസാരിച്ച രീതിയിൽ ഇന്ന് സംസാരിക്കത്തില്ല. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ സംസാര ശൈലി മാറും, നിന്റെ വാക്കിന്റെ അധികാരം മാറും. ഞാനത് പറയുമ്പോ തീയുടെ മഴ പെയ്യുന്നത് കാണാം. ചിലരുടെ വാക്കുകളുടെ അധികാരം മാറും, ചിലരുടെ വാക്കുകളുടെ അധികാരം മാറും, ചിലരുടെ അധികാരം മാറും, ചിലരുടെ വാക്കുകൾ മാറും, ചിലരുടെ വാക്കുകൾ മാറും, ചിലരുടെ അധികാരം മാറും, ചിലരുടെ വാക്കുകൾ മാറും. You have power as a prince. ഒരു രാജാവിനെ പോലെ ശക്തി പ്രാപിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. എന്റെ ചർച്ചിലുള്ള ശുശ്രൂഷകരോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. ബിൽഡ് യുവർ ഫെലോഷിപ്പ്. നിന്റെ കൂട്ടായ്മയെ പണിഞ്ഞോട്ടെ. ഈ സീസണിൽ ദൈവം ചെയ്യാൻ പോകുന്നത് നിന്റെ വാക്കുകളുടെ കനം മാറും. നീ പറയുന്ന വാക്കുകൾ സംസാരിക്കുന്ന മാത്രയിൽ ആ വാക്കുകളിൽ ചില പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. ഖനമുള്ള വാക്കുകൾ വെളിപ്പെടുന്നു, ഖനമുള്ള വാക്കുകൾ വെളിപ്പെടുന്നു. രാജാവിനെ പോലെ റൂളുകൾ കൊണ്ടുവരുന്നു, അധികാരമുള്ള വാക്കുകൾ വരുന്നു. ഒരു നിമിഷം ഇരിക്കാവോ? എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം 5 മിനിറ്റ് കർത്താവുമായിട്ടുള്ള കോൺവെർസേഷൻ വന്നു കഴിഞ്ഞ, വർത്താനം പറച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞ, ആ ആരംഭിക്കുന്ന നിമിഷം മുതൽ അത് സ്വർഗത്തിന്റെ ഗേറ്റ് വേ ആകുമെന്ന്. എന്ന് പറഞ്ഞ നിങ്ങൾ പലരും പല സ്ഥലത്തും സ്വർഗത്തെ തുറന്നിടുന്നവരാകാൻ പോവാണ്. ആഹാ, ഒന്നിനെ കുറിച്ചും ഭയപ്പെടരുത്. വീട്ടിനകത്തെ ആരാധന അത് സ്വർഗത്തെ തുറക്കുന്നതാണ് എങ്കിൽ ഒരു ശത്രുവിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. നിങ്ങൾ പടരും, നിങ്ങൾ തളരുമല്ല, നിങ്ങൾ പടരും. കൂട്ടായ്മയ്ക്ക് പോകുന്ന നീ പടർന്നില്ലെങ്കിൽ പിന്നെ ആര് പടരും? നീ വളരും. കൂട്ടായ്മ ആചരിക്കുന്ന നീ വളർന്നില്ലെങ്കിൽ ആര് വളരും? ദൈവത്തെ ആരാധിക്കുന്ന നീ ഉയർന്നില്ലെങ്കിൽ ആര് ഉയരും? എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. നിന്റെ സ്ഥിതി മാറിയില്ലെങ്കിൽ ആരുടെ സ്ഥിതി മാറും? ഇത് നിന്റെ സീസൺ അല്ലെങ്കിൽ പിന്നെ ആരുടെ സീസണാ? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, കൂട്ടായ്മ തീരുമാനിക്കും കാര്യങ്ങൾ. അടുത്തിരിക്കുന്നവരോട് പറ, കൂട്ടായ്മ തീരുമാനിക്കും കാര്യങ്ങൾ. ആര് തീരുമാനിക്കും കാര്യങ്ങൾ? അടുത്തിരിക്കുന്നവരോട് പറ, ഇരുട്ടല്ല തീരുമാനിക്കുന്നത്, മന്ത്രവാദമല്ല തീരുമാനിക്കുന്നത്, നീ എന്ത് ചെയ്യുന്നുമുള്ള കൂട്ടായ്മ തീരുമാനിക്കും കാര്യങ്ങൾ. എത്ര പേർക്ക് അത് പിടികിട്ടുന്നു? ഇത് എന്താന്ന് മനസ്സിലായോ? ഞാനും എൻ്റെ മോളും വർത്താനം പറഞ്ഞിരുന്നത് പോലെ സ്വർഗമായി ആരാണോ വർത്താനം പറയാൻ ഇരിക്കുന്നത് അത് തീരുമാനിക്കും കാര്യങ്ങൾ. ഇവിടെ എന്ത് നടക്കണമെന്ന് നീ തീരുമാനിക്കും. നിന്റെ വീട്ടിൽ നീ പറയുന്നത്, എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, കൂട്ടായ്മയില്ല. അയ്യോ ബ്രദറെ, എൻ്റെ വീട്ടിലെ സ്ഥിതി, കൂട്ടായ്മയില്ല. അയ്യോ ബ്രദറെ, ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല, കൂട്ടായ്മയില്ല. കൂട്ടായ്മയുണ്ടോ? നീ തീരുമാനിക്കും കാര്യങ്ങൾ. കൂട്ടായ്മ കൂടെ ഇല്ലല്ലോ. കൈ അടിച്ചൊരു ആമേൻ പറ. ഏലിയാവേ, നീ എന്താ ചെയ്യുന്നത്? അവൻ പറയും, ഇടിഞ്ഞുപോയ യാഗപീഠം പണിഞ്ഞു. എന്തിനാണ്? ഐക്യതയും കൂട്ടായ്മയും തീയെ കൊണ്ടുവരുമെന്ന് ആർക്കറിയാം? ഏലിയാവിനറിയാം. എല്ലാവരും കൊണ്ട് പറയാം, ഫെലോഷിപ്പ്. ഫെലോഷിപ്പ് ഉണ്ടാവുന്ന രീതികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ശ്രദ്ധിക്കൂ. ഒരിക്കൽ 2 ശമൂവേൽ 11 മുതലുള്ള വാക്യങ്ങൾ. ഒരു രാജാവ് മട്ടുപ്പാവിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ ഒരു സ്ത്രീ, അവിടെ എഴുതിയിരിക്കുന്ന അതിസുന്ദരിയായിരുന്നു അവൾ കുളിക്കുന്നത് കണ്ടു. അടുത്തിരിക്കുന്നവരോട് പറ, അങ്ങനെ പലതും ഈ ലോകത്ത് കാണേണ്ടി വരുമെന്ന് പറ. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, അങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷേ 2-ാമത്തെ വാചകത്തിൽ നിന്ന് 3-ാമത്തെ വാചകത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദാവീദ്, അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് ആളെ അയച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ചെന്നാ. കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അന്വേഷിക്കരുത്. അടുത്തിരിക്കുന്നവരോട് പറ, കണ്ട കുഴപ്പമൊന്നുമില്ല, ഈ ലോകത്തിലാണ് ജീവിക്കുന്ന, കാണണ്ടൊക്കെ വരാം എന്ന് പറഞ്ഞാൽ കണ്ടത് നിന്നെ സ്വാധീനിച്ചതുകൊണ്ട് അതെന്താന്നറിയാനൊരു അന്വേഷണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അന്വേഷണം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം നടന്നു. എന്നറിയോ? അടുത്ത വാചകം എഴുതിയിരിക്കുന്നത് അവൻ അന്വേഷിച്ച് ആ ഫെലോഷിപ്പ് കൂടുക, ഡെവലപ്പ് ആവുക. അന്വേഷണം കഴിഞ്ഞപ്പോൾ അടുത്തൊരു കൂട്ടം ആളിനെ അങ്ങോട്ട് വിട്ട് ആ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നു. നീ കണ്ടെടുത്ത് ചിലതിനെ നീ മുറിക്കണം. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയില്ലല്ലോ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ശബ്ദകീർത്തന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിന്റെ മനസ്സ് എന്തിനോട് കൂട്ടായ്മ ആചരിക്കുന്നു അതാണ് നിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ വാചകം കണ്ടോ? കൂട്ടായ്മ തീരുമാനിക്കും നിന്റെ വീട്ടിലെ കാര്യങ്ങൾ, കൂട്ടായ്മ തീരുമാനിക്കും നിന്റെ വീട്ടിലെ സകലതും, കൂട്ടായ്മ തീരുമാനിക്കും സകല കാര്യങ്ങളും. നമുക്ക് ആരുമായി ഇതാ ഒരു സ്ത്രീയുമായുള്ള കൂട്ടായ്മയിലേക്ക് ആര് കടക്കുക? ദാവീദ് കടക്കുക. അത് തീരുമാനിച്ചു അതിൻ്റെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങൾ മുഴുവനും. ഒരു ഹല്ലേലൂയ പറയാവോ? വേദപുസ്തകത്തിൽ വേറെ സംഭവം നമുക്ക് കാണാം. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം. ഇത് ശിംശോൻ എന്ന് പറയുന്ന ശക്തനായ ഒരു മനുഷ്യനെ കാണാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഫിലിസ്തീർക്ക് ഭയമായിരുന്നു, ശത്രുവിന് ഭയമായിരുന്നു. ആരെ? ശിംശോനെ. വേദപുസ്തകം പറയുന്നത് ഇത് ഒരു സ്ത്രീയുമായി അവൻ കൂട്ടായ്മയെ ആരംഭിച്ചു. ശ്രദ്ധിച്ചോണം. എന്നോട് ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ആത്മീയ മർമ്മം പറഞ്ഞത് ഇങ്ങനെയാ: ആരുമായിട്ടാണോ നീ ഇരുട്ടുമായി കൂട്ടായ്മ ആചരിച്ചാൽ നിന്റെ രഹസ്യങ്ങൾ ചോരും. അവനോട് ആ സ്ത്രീ ചോദിക്കാൻ തുടങ്ങി അവൻ്റെ ശക്തിയുടെ രഹസ്യം. 3 പ്രാവശ്യം അവൻ കള്ളം പറഞ്ഞൊഴിഞ്ഞു, പക്ഷേ അവൾ അവനെ വിട്ടില്ല. അവൻ്റെ ഹൃദയം ചോരുന്ന വിധത്തിൽ പ്രാണവേദന ഉണ്ടായെന്ന് അവൾക്ക്. പ്രാണവേദന ഉണ്ടാകുന്ന രീതിയിൽ പ്രേമിക്കുന്നവൾ അവനെ സ്വാധീനിച്ചെന്ന. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? അവളുമായി അവൻ കൂട്ടായ്മ ആചരിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ രഹസ്യങ്ങൾ ചോർന്നു. എന്നാൽ ദൈവവുമായി നിങ്ങൾ കൂട്ടായ്മ ആചരിച്ചാൽ സ്വർഗത്തിലെ രഹസ്യങ്ങൾ ചോരും. നീ പിശാചുമായ എന്നോട് കർത്താവ് പറഞ്ഞു ഇങ്ങനെ: ജോണെ, പിശാചുമായി ആരെങ്കിലും കൂട്ടായ്മ ആചരിച്ചാൽ നിന്റെ രഹസ്യം ചോരും. എന്നാൽ ദൈവമായിട്ട് കൂട്ടായ്മ ആചരിച്ചാൽ സ്വർഗത്തിലെ രഹസ്യം നിനക്ക് ലഭിക്കും. അടുത്തിരിക്കുന്നവരോട് പറ, പിശാചുമായി കൂട്ടായ്മ ആചരിച്ചാൽ നിന്റെ രഹസ്യം ചോരും. വേറെ ആളോട് പറ, നിന്റെ ശക്തി ചോരും, പല നന്മകളും ചോരും. പക്ഷെ സ്വർഗവുമായി കൂട്ടായ്മ ആരംഭിച്ചാൽ രഹസ്യങ്ങൾ പുതിയതായി ലഭിക്കപ്പെടും, ശക്തി ലഭിക്കപ്പെടും, പുതിയ നന്മകൾ ഉണ്ടാകും. കൂട്ടായ്മ കാര്യങ്ങൾ തീരുമാനിക്കും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്നവരോട് പറ, കൂട്ടായ്മ കാര്യങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ നോക്കിക്കേ, ജോസഫിനെ നോക്കിക്കേ. 38-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചാൽ, ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ അറിയാം. ഇതാ ജോസഫ് താമസിക്കുന്ന വീട്ടിലെ പൊത്തിഫേറിന്റെ ഭാര്യ, അവൾ ജോസഫിന്റെ മേൽ കണ്ണു പതിഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. കണ്ണു പതിഞ്ഞു. അവൾ അവനെ നിർബന്ധിച്ചു. ആദ്യം അവൾക്ക് കണ്ണു പതിഞ്ഞു, എന്നിട്ട് പറഞ്ഞു അവൾ അവനെ നിർബന്ധിച്ചു. അവൻ അത് ചെയ്യാതെ ആയപ്പോൾ അവൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ പാപം ചെയ്യണ്ട, എൻ്റെ അടുക്കൽ നിന്ന് വന്ന് ഇരുന്നുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, അടുത്തൊന്ന് വന്ന് ഇരുന്നുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ?
പറ, ഒരു കുഴപ്പമില്ല, പറഞ്ഞു. അടുത്തിരുന്നോണ്ട് വല്ല കുഴപ്പം സംഭവിക്കുമോ? ഒന്നും സംഭവിക്കത്തില്ല. നീ ദൈവകൃപയുള്ള മനുഷ്യനല്ലേ, നിന്റെ അടുക്കിരുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ? ജോസഫിനൊരു കാര്യം അറിയാമായിരുന്നു, അടുത്തിരുന്നുകൊണ്ട് കുഴപ്പമുണ്ട്. അവള് പറഞ്ഞിട്ടാ ഞാൻ അടുക്കിരിക്കുന്നതെങ്കിൽ അടുത്തിരുന്നാൽ മതി. അവിടെ ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തുടങ്ങുന്നേ. അടുത്തിരിക്കരുത്, ചിലതിനോട് നോ എന്ന് പറയണം. ഞങ്ങൾ ചാറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ചാറ്റ് ചെയ്യുന്ന ദിവസമായിരിക്കും അമ്മ രണ്ട് നല്ല തല്ല് തരുന്നേ. ആ തല്ല് തന്ന കാര്യം ചാറ്റ് ചെയ്ത ആളിനോട് പറഞ്ഞു, സങ്കടപ്പെടേണ്ട ഇങ്ങനെ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞവരുടെ കൂടെയാ പലരും പോയത്. നിങ്ങളുടെ സ്വത്രമൊക്കെ എന്താ പോയെ? അടുത്തിരിക്കുന്നവരോട് പറ, അടുത്തിരിക്കരുത്. അതുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഫെലോഷിപ്പ് ആരംഭിക്കുന്നതിനെ കുറിച്ച് പറയുക. അവൾക്കൊരു കാര്യം അറിയാമായിരുന്നു, ഈ പയ്യൻ അടുക്ക വന്നിരുന്ന് എനിക്ക് കൂട്ടായ്മ തുടങ്ങാന്ന്. അടുത്തിരിക്കുന്നവരോട് പറ, ഈ പയ്യൻ അടുക്ക വന്നിരുന്നാൽ എന്ത് ചെയ്യാം? എനിക്ക് കൂട്ടായ്മ തുടങ്ങാന്ന് ആർക്കറിയാമായിരുന്നു? എന്നാൽ ജോസഫിനൊരു കാര്യം അറിയാമായിരുന്നു, ഞാൻ അവിടെ അടുക്ക പോയിരുന്നാൽ എൻ്റെ കൂട്ടായ്മ പോകുമെന്നും അറിയായിരുന്നു. അവനൊരു കാര്യം അറിയാം, എനിക്ക് അവളുടെ കൂടെ പോയിരുന്നാൽ ആ വീട്ടിലെ അധിപതിയാകാം, പക്ഷേ സ്വർഗത്തോടു കൂടിയിരുന്നാൽ രാജ്യങ്ങളുടെ അധിപതിയാകാം. തീരുമാനിക്കുന്നത് കൂട്ടായ്മയാ. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേട്ടെ. നീ അവളുടെ കൂടെ പോയിരുന്നാൽ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കും, പക്ഷേ എൻ്റെ ദൈവമായിട്ടുള്ള കൂട്ടായ്മയെ ആചരിച്ചാൽ നിനക്ക് പറയാനുള്ളത്, നിന്നോട് പറയാനുള്ളത് രാജാവിനെ പോലെ. നമ്മൾ വായിച്ചു, ഇസ്രായേൽ എന്ന പേര് വിളിക്കപ്പെട്ട് റൂൾ ചെയ്യുന്നവനെ പോലെ, പട്ടണങ്ങളെ ഭരിക്കുന്നവനെ പോലെ നിനക്കാകാം. അപ്പൊ ഈ ലോകം നിന്നെ കൂട്ടായ്മയിലേക്ക് വിളിക്കുമ്പോൾ അറിഞ്ഞോണം, നിന്റെ മേലെ സ്വർഗീയ പദ്ധതികളുണ്ട്. ഇന്ന് പകൽ ചിലതിൻ്റെ ചാറ്റ് നിർത്തണം, ചിലതിനോട് ചാറ്റ് ചെയ്യുന്ന നിർത്തണം, ചിലതിനോട് ഫേസ്ബുക്കിലെ മെസ്സേജ് നിർത്തണം. നിനക്ക് വരുന്ന ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുത് സ്വർഗമായിട്ടുള്ള കൂട്ടായ്മയാണ്. നിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ വലിപ്പം കൂട്ടണം, പോസ്റ്റിന്റെ എണ്ണം കൂട്ടണം. ബ്രദർ ലിസൺ. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് ഫേസ്ബുക്ക് പേജ് ഇല്ല, ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ല. അതുകൊണ്ട് എനിക്കുള്ളത് ചർച്ചിന്റെ പേജാണ്. ഞാൻ അതൊരു പോസ്റ്റ് ഇടത്തില്ല. ചർച്ചിലെ സഹോദരന്മാരാണ് ഇടുന്നത്. അതിനകത്ത് എന്തൊക്കെ ഇടുന്നതെന്ന് പോലും ഞാൻ കാണാറില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കൊരു ഫ്രണ്ട്സ് വേണമെന്നില്ല. സ്വർഗമാണ് എൻ്റെ ഫ്രണ്ട്സ് എങ്കിൽ സ്വർഗം എനിക്ക് ധാരാളം. സൂപ്പർ മാർക്കറ്റിൽ പോയ ഒരു ഫോട്ടോ, വെള്ളത്തിന് അടുക്ക നിന്നാലൊരു ഫോട്ടോ, നിന്നെ തന്നെ നീ അറിയിക്കേണ്ട, നിന്നെ പ്രശസ്തനാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവൻ്റെ കൂട്ടായ്മയിലേക്ക് വാ. ഇതുവരെ ആരും തരാത്ത ലൈക്ക് സ്വർഗം നിനക്ക് തരും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ, നിങ്ങൾ ക്ഷീണിച്ചു പോയെന്ന് എനിക്ക് തോന്നുന്നേ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. സ്വർഗം ആരെയാണോ കൂട്ടായ്മയിലേക്ക് വിളിക്കുന്നത്, ആ വ്യക്തിയുടെ മുകളിൽ ഗേറ്റ് വേ, സ്വർഗത്തിൻ്റെ ഗേറ്റ് വേ തുറന്നിരിക്കും. ഞാൻ ചിലരോട് ദൂത് പറയുകയാ, ആരാണോ ഇന്നു മുതൽ ദൈവമായി കൂട്ടായ്മ ആചരിക്കുന്നത്, സ്വർഗത്തിന്റെ ഗേറ്റ് വേ നിങ്ങളുടെ മേൽ തുറന്നിരിക്കും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്വർഗം തുറന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. ശുശ്രൂഷകരോട് പറയാനുള്ളത്, നീ പ്രസംഗിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നു നീ കാണും. യൂട്യൂബിൽ എന്നെ കാണുന്ന ലീഡേഴ്സ് ശ്രദ്ധിക്കേ, ഈ പകൽ മുതൽ സ്വർഗം തുറന്നിരിക്കുന്നതും ദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് നീ ഈ ദിവസം മുതൽ കാണാൻ പോകുകയാണ്. This is your season. ഇതാ എസെക്കിയേൽ എന്ന് പറയുന്ന ഒരു പ്രവാചകൻ ദൈവമായ കൂട്ടായ്മയിലേക്ക് വരുന്നു. 37-ാം അധ്യായം 1-ാം വാക്യം മുതൽ നമുക്ക് കാണാം. ആ പ്രവാചകൻ കൂട്ടായ്മ ആചരിക്കുമ്പോൾ ദൈവം അവനോട് ചോദിക്കുവോ, അവനെ നേരെ അവന്റെ സാഹചര്യങ്ങളാകുന്ന ഡ്രൈ ബോൺസിന്റെ നടുവിൽ നിർത്തുക, ശവകൂടാരത്തിന് നടുവിൽ നിർത്തുക.
ആ കൂട്ടായ്മയിൽ എസെക്കിയേൽ ദൈവത്തിൽ നിന്ന് ചിലത് കേൾക്കാൻ തുടങ്ങി. വരണ്ടും ചിതറിയിരുന്ന അസ്ഥികളെ പുനർജീവനത്തിലേക്ക് നടത്താൻ എസെക്കിയേലും ദൈവമുള്ള അല്പനേരത്തെ കൂട്ടായ്മയാണ്. ഞാൻ ചിലരോട് ദൂത് പറയട്ടെ, ഒരിക്കലും ഇനി അവിടെ നിന്നൊരു നന്മയുണ്ടാകത്തില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങൾ സൈന്യം പോലെ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങും. നീ ദൈവമായ കൂട്ടായ്മയിലേക്ക് വന്ന വരണ്ടുപോയി ചിതറിപ്പോയി എന്ന് പറയുന്നത് യഥാസ്ഥാനത്തിലേക്ക് മടങ്ങി വന്ന് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കാഴ്ച നീ കാണാനായി തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചോ, ആമേൻ പറഞ്ഞു. ദൈവമായുള്ള കൂട്ടായ്മ എസെക്കിയേലിന് കൊടുത്ത ഏറ്റവും വലിയ പ്രത്യേകത, വരണ്ടതിനും ശൂന്യമായതിനും നേരെ പ്രവചിപ്പാനുള്ള കൃപ കൊടുത്തു. ആരെങ്കിലും ദൈവമായുള്ള കൂട്ടായ്മ ആദരിക്കുന്നു, ഞാൻ നിങ്ങളോട് പറയാം, രാജ്യങ്ങളെ എഴുന്നേൽപ്പിക്കാനുള്ള പ്രവാചകന്മാരായി ചിലർ എഴുന്നേറ്റ് വരും. രാജ്യങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന പ്രവാചകന്മാരായി എഴുന്നേറ്റ് വരും. പട്ടണങ്ങളെ പിടിക്കുന്നവരായി എഴുന്നേറ്റ് വരും. ഒരു ദൂതുകൂടെ പറയട്ടെ, മരിച്ചതിനെ പുനർജീവിപ്പിക്കുന്നവരായി എഴുന്നേറ്റ് വരും. ബ്രദറെ, വരം തരണം. ബ്രദറെ, വരമല്ല വേണ്ടേ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയാണ്, അവനുമായിട്ടുള്ള ബന്ധമാണ്, അവനുമായിട്ടുള്ള ഫെലോഷിപ്പാണ് വേണ്ടത്. അവർ മരിച്ചു പോയതെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല. അസ്ഥി ചിതറിപ്പോയതിനെ ജോയിൻ ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന വ്യക്തികളായി മാറുവാനായി തുടങ്ങും. ഇതെന്റെ കാലഘട്ടമാണ്, ഇതെന്റെ സീസണാണ്. നിങ്ങളുടെ വീട് ചിതറിയാണോ കിടക്കുന്നത്? 4 വഴിക്കാണോ? ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ, ആ 4 വഴിക്കായത് ഒരു വഴിക്കാകാൻ നീ എന്ത് ചെയ്യുന്നുള്ള കൂട്ടായ്മ ആചരിച്ചാൽ മതി. നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ കൂട്ടായ്മ എങ്ങനെയാന്ന്. ഒഫീഷ്യലാണ് പലപ്പോഴും. നമ്മൾ ഒരു പാട്ട് പാടും, ഒരു ബൈബിൾ വായിക്കും, ഒരു വാക്ക് പ്രാർത്ഥിക്കും, എന്നിട്ട് പറയും, കർത്താവേ നാളെ ഞാൻ ചെയ്തോളാവുന്നു. പിശാചിനൊരു കാര്യം അറിയാം, നീ കൂട്ടായ്മ ആദരിച്ചാൽ ചിതറിയതെല്ലാം മടങ്ങി വരും. 4 ഭാഗത്തേക്ക് മൂടിപ്പോയത് തിരിച്ച് ഒന്നായി ചേർന്ന് വരും. മരിച്ച് അഴുകി ഇല്ലാതായി പോയത് ജീവൻ വെച്ച് ആരോഗ്യമുള്ളതായി തിരിച്ചു വരും. നിന്റെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും മടക്കി കിട്ടും. ഒരിക്കലും പുനർജീവിക്കത്തില്ലെന്ന് പറയുന്ന നിന്റെ ബിസിനസ് മടങ്ങി വരും. നിനക്കൊരിക്കലും ഉണ്ടാകില്ല എന്ന് പറയുന്ന നന്മകൾ പുനർജീവിക്കാനായി തുടങ്ങും. ഇന്നലെ വരെ സംഭവിച്ചതിൽ നിന്ന് വിരുദ്ധമായി നിന്റെ വീട്ടിൽ ചിലത് നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കണം.